So once again welcome back to the end game. So hello dear JEEnius community. അപ്പോൾ ഇന്ന് നമ്മുടെ എൻഡ് ഗെയിമിന്റെ അടുത്ത ഫിസിക്സിന്റെ ഭാഗവുമായിട്ടാണ് വരുന്നത്. ഓഫ് കോഴ്സ് റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്. അപ്പോൾ കംപ്ലീറ്റ് ഒപ്റ്റിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്റ്റിക്സിലെ തിയറി ബാക്കി കംപ്ലീറ്റ് പ്രോബ്ലംസ് ഫുള്ള് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആവണം. അപ്പോൾ മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. കൺസെപ്റ്റുകളെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ചെയ്യുന്നുണ്ട്. അപ്പൊ ഓക്കെ അല്ലേടാ? ഓക്കെ, എല്ലാവരും വന്നിട്ടുണ്ട്. JEE മെയിൻസിന്റെ അഡ്മിറ്റ് കാർഡ് ടിൽ നൗ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വരുന്ന ദിവസങ്ങളിലായിട്ട് എന്തായാലും JEEയുടെ അഡ്മിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എനിവേ അത് നിങ്ങളെ പ്രോപ്പർ ആയിട്ട് അതിൽ പോവുക. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നിങ്ങൾക്ക് എക്സാമും പിന്നെ അതേപോലെ തന്നെ മോക്കിന്റെ നമ്മുടെ JEE മോക്കിന്റെ കാര്യവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. 20-നും 21-നുമാണ് JEE മോക്ക് നടക്കുന്നത്. സോ അതിലേക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അല്ലാത്തവർ രജിസ്റ്റർ ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ മുന്നേ ആയിട്ട് ആക്ച്വൽ JEEയുടെ മുന്നേ ആയിട്ട് മറ്റൊരു JEE ആണ് Xylem JEEnius നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. ഇനി അപ്പൊ റെഡി ആണെന്ന് വിചാരിക്കുന്നത്. ഈ ചാപ്റ്റർ സുഖമാണോ സർ എന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്റർ ചില ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകുന്ന ചാപ്റ്റർ ആണ്. ബട്ട് സംഭവം ഈസി ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് കംപ്ലീറ്റ്ലി ഈസി ആണ്. വേവ് ഒപ്റ്റിക്സ് കമ്പാരിറ്റീവ്ലി വെരി ഈസി ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പൊ എന്തായാലും അതിലേക്ക് വരാം നമുക്ക്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് എല്ലാവരും ഒക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ചാറ്റ് ബോക്സ് ഷെയർ ആക്കിക്കേ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഈ ചാപ്റ്ററിൽ നിങ്ങൾ ചിലപ്പോൾ +2 പഠിച്ചതായിരിക്കും. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് റേ ഒപ്റ്റിക്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മിറർ അതേപോലെ തന്നെ റിഫ്ലക്ഷനുകൾ പഠിക്കാനുണ്ട്. റിഫ്ലക്ഷൻസ് ഓഫ് ദ ലൈറ്റ് ആൻഡ് സിമ്പിൾ മിറർ. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലെൻസും പ്രിസും ആണ്. ലെൻസ് പിന്നെ അതേപോലെ തന്നെ പ്രിസം, ഈ രണ്ടിന്റെ പ്രിസത്തിന്റെ ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ലെൻസിന്റെ ഇക്വേഷനുകൾ ഉണ്ട്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, തിൻ ലെൻസ് ഫോർമുലകളൊക്കെ ഉണ്ട്, ആ ഇക്വേഷൻസ്. ദെൻ 2 റിഫ്രാക്ഷനും അതേപോലെ തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും. അപ്പൊ ഈ വക കാര്യങ്ങളാണ് റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഉണ്ടാവുക. ഇനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിലേക്ക് വന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ പഠിക്കുന്നത് തന്നെ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പുകളെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടും നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് റേ ഒപ്റ്റിക്സിന്റെ ഭാഗമാണ്. അതിലെ കൺസെപ്റ്റുകളാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും കൂടുതലായിട്ട് JEE PYQs ഒക്കെ വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ലുബീന പറഞ്ഞ പോലെ JEE മെയിൻസ് ഏപ്രിൽ ഓർ ജനുവരി ഏതാ ഈസി എന്നുള്ളതല്ല. ആക്ച്വലി നിങ്ങൾക്ക് ജനുവരി തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറഞ്ഞ മാർക്കിൽ നല്ല പെർസെൻറ്റേജ് വാങ്ങാനായിട്ട് പറ്റുക. ഓഫ് കോഴ്സ് ഏപ്രിലേക്ക് വെക്കുന്ന സമയത്ത് അതിന്റെ കോമ്പറ്റീഷന്റെ ഡെപ്ത് കൂടും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ നിങ്ങളെ ക്വയറീസ് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് കോമൺ ക്വയറീസ് ഒക്കെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ റേ ഒപ്റ്റിക്സ് തുടങ്ങുകയാണ്. അപ്പൊ റേ ഒപ്റ്റിക്സ് തുടങ്ങുന്നതിന്റെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞ പോലെ മിറേഴ്സിന്റെ ഭാഗമാണ്. അപ്പൊ മിറർ എന്ന് വെച്ചാൽ നമുക്ക് 2 ടൈപ്പാണ് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് പ്ലെയിൻ മിററുകളായിരിക്കും, സാധാരണ ഇതുപോലെ വന്നിട്ട് റിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ട്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട പോലെ മേ ബി ഒരു സ്ഫെറിക്കൽ മിറർ ആയിരിക്കും. സ്ഫെറിക്കൽ മിററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ ഇങ്ങനെയല്ല പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇതിലൂടെ പോകുന്നുണ്ടാകും, ഇവിടെയെങ്കിൽ ഇതിലൂടെ പോകുന്നുണ്ടാകും. സോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഒരു കോമൺ പോയിന്റ് ഉണ്ടാകും. ഇവരെല്ലാവരും പാസ് ചെയ്യുന്ന പോകുന്ന ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന റേസ് എല്ലാവരും പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് ഉണ്ടാകും. അതാണ് എന്ത്? ഫോക്കൽ ലെങ്ത്. ക്ലിയർ അല്ലേ? അപ്പോ എന്റെ കയ്യിൽ ഞാനൊരു റേസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു മിറർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു റേ ഒരു മിററിലേക്ക് പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം എന്ത് നടക്കുന്നുണ്ട്? റേസ് പാരലലി ഇതിലൂടെ വന്നിട്ട് അതിലൂടെ ഒക്കെ പോകുന്നുണ്ട്, റൈറ്റ്? അപ്പോ എങ്ങനെയാണ് ഈ മിററുകളിലുള്ള ഇമേജ് ഫോർമേഷൻ? ഇമേജ് ഫോർമേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ 2 റേസുകളിൽ എവിടെയാണോ ജോയിന്റ് ആയിട്ട് വരുന്നത് അവിടെയാണ് ഇമേജ് ഉണ്ടാവുക. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ വരുന്ന ഒരു ഒബ്ജക്റ്റ് നോക്കുക. ബേസിക് ആയിട്ടുള്ള ഇമേജ് ഫോർമേഷനുകൾ 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെ? 10ാം ക്ലാസ്സിലും മറ്റുമൊക്കെ ആയിട്ട് ഇതിന്റെ മുന്നേ ഒക്കെ പഠിച്ചതായിരിക്കും. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളെ ഇമേജ്, ദെൻ ഇതാണ് ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണിത്, ഇതാണ് ഇമേജിലേക്കുള്ള ദൂരം, ഇതാണ് എൻ്റെ ഫോക്കൽ ലെങ്ത്. ഇവരെല്ലാവരെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അത് വെച്ചിട്ടാണ് ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അതേപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇത് കോൺകേവ് മിററും കോൺവെക്സ് മിററും ആണെന്നുണ്ടെങ്കിലുള്ള മാറ്റം വേറൊന്നുമില്ല. കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നതിൽ മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് അതിന്റെ റഫ് ആയിട്ടുള്ള ഒരു ഫിഗർ എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് മിറർ ഫോർമുല പരിചയപ്പെടാം.
1/f is equal to 1/v plus 1/u. ഇതാണ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായാൽ എന്തായാലും ജെയ്ക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്റെ എഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് പോലെ ഫോക്കൽ ലെങ്ത് ആണ്, റൈറ്റ്? ദിസ് ഈസ് ദ ഫോക്കൽ ലെങ്ത്. ഇനി അടുത്തതായിട്ട് അവരെന്തുണ്ട്, ഇവിടെ ഒരു യു കാണുന്നുണ്ട്. യു എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ആണ്. അതേപോലെ തന്നെ എൻ്റെ വി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ആണ്. ഇമേജിലേക്കുള്ള ദൂരവും യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവുമാണ്. ക്ലിയർ ആണല്ലോ, ഈസി ആണല്ലോ. ഇനി നോക്കുക ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതിന്റെ മുന്നേ ചെറിയൊരു കുഞ്ഞു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എക്സാക്ട് പ്രോബ്ലംസ് കുറെ എണ്ണം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്താ? മാഗ്നിഫിക്കേഷൻ ഈ പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങളുടെ ഒബ്ജക്റ്റിനെക്കാട്ടിലും വലുതായിട്ട്, അതായത് മാഗ്നിഫൈഡ് ആയിട്ട്, മാഗ്നിഫിക്കേഷൻ മേ ബി ലീനിയർ മാഗ്നിഫിക്കേഷൻ വരാം, ലാറ്ററൽ മാഗ്നിഫിക്കേഷൻ വരാം, ആംഗുലാർ മാഗ്നിഫിക്കേഷൻ വരാം, എനിത്തിങ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ലീനിയർ തന്നെയാണ്. എന്ന് വെച്ചാൽ വലുതായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ മാഗ്നിഫൈഡ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -v/u ആയിരിക്കും. v എന്താ? നിങ്ങളുടെ ഒബ്ജക്റ്റിലെ ഇമേജിലേക്കുള്ള ദൂരം. u എന്താ? ഒബ്ജക്റ്റിൽ നിന്നുള്ള ദൂരം. സോ -v/u ആണ്. അല്ല എന്നുണ്ടെങ്കിൽ -hi/ho എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാഗ്നിഫിക്കേഷൻ എത്രയാന്നുള്ളത് കിട്ടും. അപ്പൊ മാഗ്നിഫിക്കേഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മാഗ്നിഫൈഡ് ആയിട്ടായിരിക്കും കേട്ടോ, വലുത് നല്ല രൂപത്തിൽ മാഗ്നിഫൈഡ് ആയിട്ടുണ്ടാകും. ക്ലിയർ? എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ ഇമേജിന്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് മാഗ്നിഫിക്കേഷൻ ഇവിടെ കൂടും, അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ആദ്യം പഠിച്ച, ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് 2-3 കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ്. എ കോൺകേവ് മിറർ ഫോർ face view has focal length f is equal to 0.4 meter. The distance at which you hold the mirror from your face in order to see your image upright with a magnification of 5. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്, എന്റെ മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്രൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്കായിരിക്കും. അപ്രൈറ്റ് മുകളിലേക്കാണ്. സോ പ്ലസ് ആണ് മാഗ്നിഫിക്കേഷൻ എനിക്ക് ഇവിടെ തന്നിട്ടുള്ളത്. വിച്ച് മീൻസ് മൈ +5 is equal to -v/u ആണ്, റൈറ്റ്? ഇനി എന്റെ v എന്താണ്? v എന്ന് പറയുന്നത് നോക്കുക, ദിസ് ഈസ് എ കോൺകേവ് മിറർ ഫേസിങ്. മിറർ ആണ് ഫേസിങ് ആൻഡ് ഫോക്കൽ ലെങ്ത് f മാത്രമാണ് തന്നിട്ടുള്ളത്. സോ മാഗ്നിഫിക്കേഷൻ ആണ് ബാക്കി നമുക്ക് കാണേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ എന്റെ v എന്ത് കിട്ടും? v is equal to -5u എന്ന് കിട്ടിയില്ലേ? v is equal to -5u. ഇനി ഈസി ആണ്, ബിക്കോസ് 1/f is equal to 1/v plus 1/u ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? വി ഹാവ് ടു ഫൈൻഡ് u, ലെങ്ത് ഓഫ് ദി ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റിലേക്കുള്ള അകലമാണ് ചോദിച്ചിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ 1/u ഈക്വൽ ടു 1/f - 1/v എന്നാണ് കിട്ടുന്നത്, റൈറ്റ്? സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു, എന്റെ f എത്രയാണ് തന്നിട്ടുള്ളത്? ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 0.4. സോ 0.1 ഡിവൈഡ് ബൈ 0.4 എന്നുണ്ട്. പിന്നെ ഇവിടെ എന്ത് വരും? ദിസ് വിൽ ബി ഈക്വൽ ടു, v എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. സോ 1 ഡിവൈഡ് ബൈ 5u എന്ന് വരും, റൈറ്റ്? സോ 1/u ഇസ് ഈക്വൽ ടു 1/u ഈക്വൽ ടു 1/0.4 പ്ലസ് 1/5u എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 1/u മൈനസ് 1/5u ഈക്വൽ ടു 1/0.4. ഇൻറ്റു 5 ചെയ്തു, ഡിവൈഡ് ബൈ 5 ചെയ്തു. 5 - 1 4 ആണ്. അങ്ങനെയാണ് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ വരിക? 4 ഡിവൈഡ് ബൈ 5u ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 0.4 എന്ന് കിട്ടും. സോ മൈ u ഈക്വൽ ടു 0.4 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 5. 0.4 ഇൻറ്റു 4 എത്രയാണ്? ദാറ്റ്സ് ഈക്വൽ ടു 16 ആണ്. 16 ഡിവൈഡ് ബൈ 0.5 എന്ന് വെച്ചാൽ 1/2 0.5 വരും, 32 വരും. സോ 0.32. ക്ലിയർ ആയിട്ടുണ്ടോ? 0.32. സോ 0.32 മീറ്റർ എന്ന് കിട്ടിയല്ലോ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്? ഈസി. യെസ്, കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് 0.32. യെസ്, ഓക്കെ. അപ്പൊ അതേപോലെ അടുത്ത ചോദ്യം നോക്കാം. ഇക്വേഷൻ അങ്ങ് തറവാക്കാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, you are asked to design a shaving mirror. Assume that the person kept 10 centimeter from his face. എന്ന് വെച്ചാൽ മുഖത്തിൽ നിന്നും ഒബ്ജക്റ്റിൽ നിന്നും അതിലേക്കുള്ള ദൂരമാണ്.
view a magnified image of the face at the closest comfortable distance of the 25 centimeter. Radius of curvature of the mirror would be, radius of curvature of the mirror would be. എന്താണ് ഇവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഫിഗർ ഞാനൊന്ന് വരച്ചു നോക്കാം. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഷേവിംഗ് മിറർ ആണ്, റൈറ്റ്. സോ ഇതേപോലെ എൻ്റെ കയ്യിൽ മേ ബി ഒരു മിറർ ഉണ്ടാകും, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ മിററിന്റെ എത്ര അകലത്തിലാണ് എൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 10 സെന്റിമീറ്റർ എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ദിസ് ഈസ് അറ്റ് 10 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ അകലത്തിലാണ് എൻ്റെ ഒബ്ജക്റ്റ് ഉള്ളത്. ഇനി ഇമേജ് എവിടെ ഫോം ചെയ്തിട്ടുള്ളത്? ദ മാഗ്നിഫൈഡ് ഫേസ് വിച്ച് ഈസ് കംഫർട്ടബിൾ അറ്റ് എ ഡിസ്റ്റൻസ് 25 എന്നാ പറഞ്ഞത്. അതായത് ഇയാൾ അടുത്തുനിന്ന് ദ വ്യൂ എ മാഗ്നിഫൈഡ് ഇമേജ് അറ്റ് എ ക്ലോസസ്റ്റ് കംഫർട്ടബിൾ ഡിസ്റ്റൻസ് 25. ഇയാൾ അടുത്തുനിന്ന് 25 ഡിസ്റ്റൻസ്, ഇവിടെയാണ് മിറർ ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, മിറർ നോക്കുകയാണെങ്കിൽ നേരെ മിറർ ഇമേജ് അതിലുണ്ടാകും. വിച്ച് മീൻസ് അത്രയും അകലത്തിലായിരിക്കും ഉണ്ടാകുന്നത്. എന്റെ ഫേസ് കാണുന്നത് അത്രയും അകലത്തിൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ മൊത്തം 25 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കി എത്രയായിരിക്കും? 15 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവും. കാരണം 10 ഇവിടെ ഓൾറെഡി ഉണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? 10 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി ഞാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതുകയാണ്. പിന്നെ അതേപോലെ തൊട്ട് മുന്നേ ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇവിടെ നിങ്ങൾ കണ്ടുണ്ടാകും, ഇതായത് എൻ്റെ റേഡിയസ് സെന്റർ ഓഫ് കർവേച്ചറും ഇതും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ വിൽ ബി ഈക്വൽ ടു 2f. ഇത് നിങ്ങൾ ഓർത്തിരിക്കണേ. റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ഈക്വൽ ടു 2f. അത് വെച്ചിട്ടാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കേണ്ടത്. കാരണം നമ്മളോട് ഫോക്കൽ ലെങ്ത് അല്ല ചോദിച്ചത്, പകരം റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. നോ പ്രോബ്ലം. കാരണം ഫോക്കൽ ലെങ്ത് കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പൊ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? മൈ വി ഇസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഞാൻ റൈറ്റ് സൈഡിലേക്ക് 15 എടുത്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ യു എത്രയാണ്? യു ഈക്വൽ ടു -10 സെന്റിമീറ്റർ. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൈൻ കൺവെൻഷൻ ആണ്. സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റിലേക്ക് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് നെഗറ്റീവ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതാണ്. ഈ റൈറ്റ് സൈഡിലോട്ട് 15 സെന്റിമീറ്റർ എടുത്തു. സോ വിച്ച് മീൻസ് അത് പോസിറ്റീവ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എന്ത് നെഗറ്റീവ് ആയിട്ട് എടുത്തു. ഓക്കെ, സോ മൈ യു ഇസ് ഈക്വൽ ടു -10. അപ്പൊ എല്ലാം കിട്ടി. ഇനി 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 15 മൈനസ് മൈനസ് എന്ന് വരും. എന്ന് വെച്ചാൽ -1 ഡിവൈഡ് ബൈ 10 എന്ന് വരും, റൈറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എത്രയുടെ വരിക? ദിസ് ഈസ് ഈക്വൽ ടു, എനിക്ക് ഇവിടെ അറിയില്ല. സോ ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 ചെയ്തു, ഇവിടെയും 3 ചെയ്തു. അപ്പൊ എന്തായി? 2 - 3 ദാറ്റ്സ് ഈക്വൽ ടു -1 ആണ്. -1 ഡിവൈഡഡ് ബൈ 30 എന്ന് കിട്ടും. 1/f ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എത്തായിരിക്കും? -30 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഫോക്കൽ ലെങ്ത് കിട്ടി. ഈസി. മൈ റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ഈക്വൽ ടു 2f ഈക്വൽ ടു -60 സെന്റിമീറ്റർ. 60 ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോടാ? ഈസി അല്ലേ? യെസ്. കുറച്ച് പേർക്ക് 60 കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നുണ്ടല്ലോ? ഈസി ആയിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ? ഓൾ റൈറ്റ്, ക്ലിയർ ആണല്ലോ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ എ കാർ ഈസ് ഫിറ്റഡ് വിത്ത് കോൺവെക്സ് സൈഡ് mirror of focal length 20 centimeter. A second car 2.8 meter behind the first car is overtaking the first car at a relative speed of 15 meter per second. Speed of the image of the second car as seen from the mirror of the first will be equal to. Okay. Screen stuck ആയിട്ടുണ്ട്. Okay, let me check. Just a second. നിങ്ങൾക്ക് എൻ്റെ ഓഡിയോ ക്ലിയർ അല്ലേടാ? ഓഡിയോ ഓക്കെ അല്ലേടാ? സോ ഓഡിയോ ഓക്കെ ആണല്ലോ? ക്ലിയർ. ഓഡിയോ ഓക്കെ ആണോ? ഓക്കെ, ഓഡിയോ ഓക്കെ ആണോടാ? ഓഡിയോ ക്ലിയർ ആണ്. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യനും കംപ്ലീറ്റ് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇപ്പൊ പരിഹരിക്കാം. ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് റിവൈസ് ചെയ്തിരുന്നാൽ മതി.
യൂട്യൂബ് ലൈവ് ഒന്ന് എടുത്തു. ഐ തിങ്ക് പ്രശ്നം പരിഹാരമായിട്ടുണ്ടാകും. റൈറ്റ്, എല്ലാവരും ഒന്ന് തംസപ്പ് അടിക്കോ? ഓക്കെ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റേ ഒപ്റ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഓ ഫൈൻ, ഓക്കെ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. അതായത് അടുത്ത പ്രോബ്ലം ആണ് കാണുന്നത്. സോ റൈറ്റ്, റെഡി അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ 1/f = 1/v + 1/u വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ നോക്കാം. സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ചെയ്തോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എ കാർ ഈസ് ഫിറ്റഡ് വിത്ത് കോൺവെക്സ് സൈഡ് വ്യൂ മിറർ ഓഫ് ദി ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ. അപ്പൊ എന്റെ ഫോക്കൽ ലെങ്ത് എനിക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡ് കാർ 2.8 meter behind the first car, overtaking the first car at a relative speed of 15 meter per second. Speed of the image of the second car as seeing the mirror of the first one is. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ക്വസ്റ്റ്യനെ നിങ്ങളെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറെ പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് നമ്മളൊരു മിററിൽ കാണുന്ന സമയത്ത് ഒബ്ജക്റ്റിന്റെ ഇമേജ് വരുന്ന അതേ ഇമേജ് ആണോ ഉണ്ടാകുക, അതോ 2 വെലോസിറ്റി ആണോ എന്നുള്ളതൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാ. ലൈക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കോമൺ സെൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇവിടെ ഇതിന് എക്സാക്ട് നമ്മൾ പഠിച്ച ഫിസിക്സ് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു കാറിൽ കോൺവെക്സ് സൈഡിൽ ഒരു മിറർ വെച്ചിട്ടുണ്ട്, അതിന്റെ ഫോക്കൽ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. സെക്കൻഡ് കാർ ബിഹൈൻഡ് ആണ് എന്ന് വെച്ചാൽ അതാണ് എന്റെ ഒബ്ജക്റ്റ്. റൈറ്റ്, സെക്കൻഡ് കാർ ബിഹൈൻഡ് ആണ്. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് കാർ. റൈറ്റ്, ദിസ് ഈസ് ദ ഫസ്റ്റ് കാർ and this is the second car. Second car എവിടെയാണുള്ളത്? Second car is behind it with a distance of 2.8 meter. 2.8 മീറ്റർ അകലത്തിലാണുള്ളത്. ഓവർടേക്കിംഗ് ദ ഫസ്റ്റ് കാർ അറ്റ് എ റിലേറ്റീവ് സ്പീഡ്, ഇവിടെ v തന്നിട്ടുണ്ട്. എത്രയാണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, അപ്പൊ ഇതിലുള്ള മിററിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നോക്കി കാണുന്നത്. ഇതിലെ മിററിലൂടെയാണ് ഞാൻ നോക്കി കാണുന്നത്. സ്പീഡ് ഓഫ് ദി ഇമേജ് ഓഫ് ദി സെക്കൻഡ് കാർ ആസ് സീയിങ് ഇൻ ദ മിറർ ഓഫ് ദി ഫസ്റ്റ് വൺ ഈസ്. അപ്പൊ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയി. ഇപ്പം എന്റെ കാറിന് നോക്കി കാണുന്ന സമയത്ത് ആ സെക്കൻഡ് ബാക്കിലുള്ള കാറിന്റെ വെലോസിറ്റി എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്, സോ ഇവിടെ 1/f = 1/v + 1/u ഞാൻ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് ഞാൻ ആക്ച്വലി എത്തേണ്ടത്? അതായത് ഇവിടെ നോക്കുക, നമുക്ക് കാണേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ഇമേജ്. അപ്പൊ ഇമേജിന്റെ ഡിസ്റ്റൻസ് ലെങ്ത് അല്ലെങ്കിൽ അറ്റ് ദ ഡിസ്റ്റൻസ് ആണ് v. സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? വി ഹാവ് ടു ഫൈൻഡ് dv/dt. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ dv/dt ആണ് നമുക്ക് ഇക്വേഷൻ മനസ്സിലാക്കി എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ അത് ഓക്കെ അല്ലേ? ഇനി എന്താ എന്റെ ആ ഗെയിം എന്ന് പറയുന്നത്? എനിക്ക് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എനിക്ക് അതിൽ നിന്നും 1/dv/dt കണ്ടെത്തണം. സോ ദിസ് ഈസ് ഈക്വൽ ടു, ദിസ് ഇംപ്ലൈസ് ദാറ്റ് 1/v = 1/f + 1/u എന്ന് കിട്ടും. അപ്പൊ 1/f + 1/u ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഫസ്റ്റ് ടേം 1/f ടേം പോകും. മറ്റൊന്നുണ്ടാവുക -1/u² ഉണ്ടാകും. അപ്പോ അടുത്തതിലും ഒരു ടേം വന്നിട്ട് എന്ത് വരും? എന്റെ dv/dt. ഞാൻ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ബട്ട് ഐ തിങ്ക് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. -v² / u² du/dt എന്ന് കിട്ടിയിട്ടുണ്ടാകും. ക്ലിയർ അല്ലേ? കാരണം dv/dt നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. my dv/dt = dv/du du/dt ആണ് ചെയ്യുക. അതിൽ നിന്നാണ് ഈ ഫോർമുല ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് dv/du ചെയ്താൽ എന്തുണ്ടാകും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു -1/u² എന്നുണ്ടാകും. പിന്നെ ഒരു du/dt ഇവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് dv/dt = -v/u² du/dt എന്ന് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, ഇനി എന്താ v/u?
V/U ഞാനൊന്ന് കണ്ടു നോക്കുകയാണ്. ഇതിൽ V/U എനിക്ക് കാണണം. സോ ഫ്രം ദിസ് എക്സ്പ്രഷൻസ് എൻ്റെ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്, വിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ഫ്രം 1/f is equal to 1/v plus 1/u. എനിക്ക് V/U ആണ് കാണേണ്ടത്. സോ എൻ്റെ ഇക്വേഷനെ ഞാൻ വിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, v divided by f is equal to u by v into 1 plus v/u എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ I will be getting v/u equal to f divided by u minus f എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? f divided by u minus f. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തുകൊണ്ടാ, എനിക്ക് f മാത്രമേ ഇവിടെ അറിയുള്ളൂ, ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this is equal to my v/u, therefore my dv divided by dt is equal to minus f divided by u minus f the whole square into du divided by dt എന്ന് കിട്ടും. this is equal to ഇവിടെ f എത്രയാണടാ, f എന്ന് പറയുന്നത് എന്റെ ഫോക്കൽ പോയിന്റ് ആണ്. the second car is at a distance 2.8 meter. സോ അങ്ങനെയാണെങ്കിൽ അത്രയും അകലത്തിലാണുള്ളത്. സോ 2.8 മീറ്റർ അവിടെ ഉണ്ട്. ഇത് 20 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് വെച്ചാൽ 0.2 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ അകലത്രയിലാണ് 2.8ലാണ്. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, 0.2 ആയിരിക്കൂലേ. സോ 0.2 ഡിവൈഡഡ് ബൈ u മൈനസ് എഫ്. യു എത്ര, 2.8ലാണ്, മൈനസ് എഫ് കിട്ടി 0.2 ആണ്. ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ എത്ര, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 15 ഇൻറ്റു 15. ഇനി ഈസി ആണ്, ബിക്കോസ് ദിസ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 ആണ് ഇൻറ്റു 10 to the power -2 എന്ന് കിട്ടും. ദ ഹോൾ ഡിവൈഡ് ബൈ 2.4 ദ ഹോൾ സ്ക്വയർ എന്നുണ്ടാകും. 2.4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 15 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ദിസ് ഈസ് നിയർലി ഈക്വൽ ടു 1/15 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്, നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എല്ലാവരും, അതുകൊണ്ട് ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ 1/15. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് അറിയുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. ഫുൾ ഓൺ ഫുൾ പവർ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ നിന്നാണ്. സോ റിഫ്രാക്ഷന്റെ ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കതിൽ മെയിൻ ആയിട്ട് വരുന്നത് സ്നെൽസ് ലോ ആണ്. അത് വെച്ചിട്ട് നോക്കാം. അപ്പൊ ഈ റിഫ്രാക്ഷൻ എന്താന്നുള്ളത്, റിഫ്ലക്ഷൻ നേരത്തെ നമ്മൾ കണ്ടു, എൻ്റെ ഒരു സർഫസിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് പോകുന്നത്. റിഫ്രാക്ഷൻ എന്താ, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബെൻഡിങ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം, എൻ്റെ ലൈറ്റ് റേ വന്നിട്ട് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലേക്കാണ് പോകുന്നത്. N1ൽ നിന്നും N2ലേക്കാണ് എന്ത് പോകുന്നത്, എൻ്റെ ലൈറ്റ് റേസ് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കാം, ലൈറ്റ് റേസ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് മെയിൻ ആയിട്ട് എഴുതേണ്ടത് എൻ്റെ സ്നെൽസ് ലോ ആണ്. സ്നെൽസ് ലോ വിച്ച് ഈസ് ഈക്വൽ ടു sin I by sin R is equal to the refractive index എന്ന് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ N2/N1 എന്നുള്ളത് പഠിച്ചിട്ടുണ്ടാകും. സോ ബേസിക്കലി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മൈ N1 into sin I is equal to N1 into sin I is equal to N2 into sin R എന്നുള്ള ഇക്വേഷൻ റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്കിത് വെച്ച് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പക്ക ക്ലിയർ ആകുന്നുണ്ടാകും. അതായത് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇൻസിഡന്റ് ആംഗിൾ, അതായത് ഇവിടെയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു അവിടുത്തെ ഇൻസിഡന്റ് ആംഗിൾ. എപ്പോഴും ഇൻസിഡന്റ് ആംഗിൾ ഓർത്തിരിക്കുക, നോർമലിൽ നിന്നാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ സർഫസ് ഇതാണ്, ആ സർഫസിന് പെർപെൻഡിക്കുലർ വരച്ചു, ആ പെർപെൻഡിക്കുലറിൽ നിന്നും ഇതിലേക്കുള്ള ഇൻസിഡന്റ് റേ ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ N1 into sin I is equal to N2 into sin R. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഇനി നമ്മൾ അതിന്റെ പ്രോബ്ലം വരികയാണ്. അപ്പൊ ഈ ഒരു പക്ക സാധനം ഓർത്തിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ N എന്ന് പഠിക്കുന്നുണ്ടാകും, വേറെ N is equal to N2/N1 എന്ന് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ N2 എന്ന് പറയുന്നത് നമ്മളെ സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും N1 എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കിക്കോ. The light entering from a air into a given media at an angle 45 degree with interface of the air medium surface. After 50 degree from its original direction, the refractive index of the medium is. അപ്പോൾ ഇവിടെ ചോദ്യം നമുക്ക് സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനാണ്. അപ്പോൾ ആദ്യം ഞാൻ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. സോ മേ ബി ഇതാണ് എൻ്റെ മീഡിയം, ഇതാണ് അതിൻ്റെ നോർമൽ എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വി ഹാവ് ദ
ലൈറ്റ് റേ ഈസ് എൻറ്ററിങ് അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി. ഇതാണ് 45, കാരണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 45 ഡിഗ്രി വിത്ത് ഇന്റർഫേസ് ഓഫ് ദി എയർ മീഡിയം സർഫസ്. അപ്പൊ ഇതാണ് എയർ മീഡിയം സർഫസ്. ഇതുമായിട്ട് 45 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് കാണേണ്ടത് അതല്ല, നമ്മളെ ഇൻസിഡന്റ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ ഇൻസിഡന്റ്. ഇനി ഇത് ഇവിടുന്ന് റിഫ്രാക്ട് ചെയ്ത് പോകുന്നുണ്ട്. റിഫ്രാക്ട് ചെയ്ത് പോകുന്നത് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഈസ് ഡീവിയേറ്റഡ് അറ്റ് ആൻ ആംഗിൾ 50 ഡിഗ്രി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. ഇത് 15 ഡിഗ്രിയാണ്. ഇത് മൊത്തം എത്രയാണ്? ഇത് 45 ആണെങ്കിൽ ഇത് 45 ആണെങ്കിൽ ഇത് 45 ആണെങ്കിൽ ഇത് 45 ആയിരിക്കും. സോ ഇത് 45 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ബാക്കി എത്ര ഉണ്ടാകുക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 30 അല്ലെ? 45-ന് 30 15 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 30 ഡിഗ്രി ഉണ്ടാവുക. സോ ദിസ് ഈസ് ദ റിഫ്രാക്റ്റഡ് വൺ ആൻഡ് ദിസ് ഈസ് ദ ഇൻസിഡന്റ് വൺ. ഇൻസിഡന്റ് എത്ര? 45 കിട്ടി. സോ N1 ഇൻറ്റു ഇത് ഏതാ? ഇത് എയറിൽ നിന്നും അടുത്ത മീഡിയയിലേക്കാ പോകുന്നത്. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാം 1 ആ. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയില്ല, മ്യൂ ആയിട്ട് എടുത്തു, റൈറ്റ്? സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു സൈൻ 45 ഇസ് ഈക്വൽ ടു N2. മ്യൂ ആണ് സൈൻ 30. യെസ്, ആൻസറിലേക്ക് കുറെ പേര് എത്തിയിട്ടുണ്ട്. സോ മ്യൂ ഇസ് ഈക്വൽ ടു ഇത് എത്ര വരിക? 1/√2 ഉണ്ടാകും, ഡിവൈഡ് ബൈ സൈൻ 30 എന്നുണ്ടാകും. സൈൻ 30 എത്ര? 1/2 ആണ്. സോ 1/2 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡിവൈഡ് ബൈ സൈൻ 30. സോ √2 ചെയ്താൽ രണ്ടും കൊണ്ട് ക്യാൻസൽ ചെയ്തു. ബാക്കി √2 ആണ് ഉണ്ടാകുക, ഈക്വൽ ടു 1.414. ഓക്കെ, സോ 1.414. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, കുറെ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഈസി അല്ലേ? അപ്പം മനസ്സിലായി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ കളിക്കുന്നത് നമ്മുടെ സ്നെൽസ് ലോന്റെ ഭാഗത്ത്. അത് വെച്ചിട്ടുള്ള അടുത്ത അടിപൊളി ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തോ. So we have consider a light ray traveling in air in a incident into a medium of refractive index √2na. The incident angle is twice that of the refracting angle, then the angle of incidence will be. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ കണ്ടു കൺസിഡർ എ ലൈറ്റ് റേ വിച്ച് ഈസ് ട്രാവലിംഗ് ഫ്രം എയർ ടു എ ഇൻസിഡന്റ് എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യാണ്? എൻ്റെ ലൈറ്റ് റേ എടുത്തു. മേ ബി അത് ഇൻസിഡൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മേ ബി ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മേ ബി ഇതാണ് എൻ്റെ നോർമൽ. എന്നിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് എഴുതാൻ ശ്രമിച്ചു നോക്കുകയാണ്. സോ മൈ ലൈറ്റ് റേ, കൺസിഡർ എ ലൈറ്റ് റേ ട്രാവലിംഗ് ഇൻ എയർ ഈസ് ഇൻസിഡൻറ്റ് ഇൻ ടു എ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2na. അപ്പോൾ ഇത് √2n ആണ് എൻ്റെ രണ്ടാമത്തെ ആളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആദ്യത്തെ ആളത് എന്തായിരിക്കും? ആദ്യത്തെ ആളത് എയർ ആയതുകൊണ്ട് 1 ആണ്, റൈറ്റ്? സോ ദിസ് ഈസ് മൈ ഇൻസിഡന്റ് ആൻഡ് ദിസ് ഈസ് മൈ റിഫ്രാക്റ്റഡ് 1. പക്ഷെ തന്നിട്ടുള്ളത് എന്താ? ഇൻസിഡന്റ് ആംഗിൾ ഈസ് twice that of the refracted angle, then the angle of incident will be. Incident angle is twice that of the refracted one എന്നാ എടുത്തിട്ടുള്ളത്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? റിഫ്രാക്ട് ചെയ്തിട്ടുള്ള സാധനം ജസ്റ്റ് R ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസിഡന്റ് എത്ര ആയിരിക്കും? എൻ്റെ ഇൻസിഡന്റ് ഇസ് ഈക്വൽ ടു 2R ആയിരിക്കും. സോ 2R ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് സർഫസ് അത് 1 ആണ് ഇൻറ്റു സൈൻ ഓഫ് ദി 2R വിച്ച് ഈസ് ഈക്വൽ ടു √2n ഇൻറ്റു സൈൻ ഓഫ് ദാറ്റ് ഏരിയ, റിഫ്രാക്റ്റഡ് ഏരിയ എന്ന് വെച്ചാൽ അത് എത്രയാണ്? R ആണ്. R ആയിട്ട് എടുത്തു, റൈറ്റ്? സോ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടുത്തെ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് 2R ആണ്. 2R ആണ് എടുത്തിട്ടുള്ളത്. അതാണ് എനിക്ക് കാണേണ്ടത്. സോ റൈറ്റ്, ഇനി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 2R. അപ്പൊ ഇത് കിട്ടും 2 sin R cos R എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു √2n ഇൻറ്റു സൈൻ R എന്ന് കിട്ടും. √2n ഇൻറ്റു സൈൻ R. നോ മൈ cos R ഇസ് ഈക്വൽ ടു √2 ഡിവൈഡ് ബൈ 2 എന്നുണ്ടാകും. √2 ഡിവൈഡ് ബൈ 2n എന്നുണ്ടാകും. സോ ഇൻറ്റു √2 ഡിവൈഡ് ബൈ √2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സോ മൈ cos R ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, ദിസ് കോസ് സൈന് ക്യാൻസൽ ചെയ്ത് പോയി, √2 ഡിവൈഡ് ബൈ 2n എന്നുണ്ടാകും. സോ ദിസ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് ഇൻറ്റു √2 ഡിവൈഡ് ബൈ √2 ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു മൈ R ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് √n ഡിവൈഡ് ബൈ √2 എന്നുണ്ടാകും. സോ ഉള്ളിലേക്ക് എടുത്തു. സോ കോസ് ഇൻവേഴ്സ് √n/2 എന്ന് കിട്ടിയിട്ടുണ്ട്. കോസ് ഇൻവേഴ്സ് √n/2 ഇതാണ് R. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇൻസിഡന്റ് എത്ര ആയിരിക്കും? 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് √n/2. ക്ലിയർ?
So this is equal to option D is the correct answer. അല്ലേ? Very easy. Yes, കിട്ടിയിട്ടുണ്ട്. All right. Clear അല്ലേടാ? Okay, full on full power. So അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Here is the next question. The difference of the speed of light in two medium A and B, VA minus VB is 2.6 into 10 to the power 7 meter per second. If the refractive index of the medium B is 1.4, then the ratio of the refractive index of the medium B to the medium A is. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് പ്രോബ്ലത്തിന് എന്തായാലും യൂസ്ഫുൾ ആയിട്ട് വരും. പക്ഷേ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കൺസെപ്റ്റ് ആണ്. ബേസിക്കലി എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ വെലോസിറ്റി ആൻഡ് C/V ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന വെലോസിറ്റിയും അത് വേഗത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നതും തമ്മിലുള്ള റേഷ്യോ ആണ് ബേസിക്കലി ആ ഒരു സാധനത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി തന്നിട്ടുള്ള എന്താ? വെലോസിറ്റിയുടെ ഡിഫറൻസ് എനിക്ക് തന്നിട്ടുണ്ട്. VA minus VB which is equal to 2.6 into 10 to the power 7 തന്നിട്ടുണ്ട്. VA minus VB തന്നിട്ടുണ്ട്. And the refractive index of the medium B, mu B തന്നിട്ടുണ്ട്. What is my mu B? Mu B is equal to 1.47 ആണ്. mu B എങ്ങനെ കിട്ടും? This is C divided by VB ആണ്, right? So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what will be my VB? VB is equal to C divided by 1.47. C എത്രയാണ്? C എന്ന് വെച്ചാൽ 3 into 10 to the power 8 divided by 1.47. അപ്പോൾ 10 to the power 7ന്റെ ടേമിലേക്ക് ആക്കി മാറ്റി ചെയ്താണെന്നുണ്ടെങ്കിൽ this will be equal to 20.4 into 10 to the power 7 എന്ന് കിട്ടും. ഇതാണ് എൻ്റെ VB കിട്ടി 20.4 into 10 to the power 7. So we have to find the refractive index of the medium. Then ratio of the refractive index of the medium B to A. നമുക്ക് കാണേണ്ടത് mu B divided by mu A ആണ് കാണേണ്ടത്. So mu B divided by mu A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? mu is equal to C/V ആ. C/V ആണെങ്കിൽ ഇത് എന്തായിരിക്കും? VA divided by VB ആയിരിക്കും അല്ലെ? VA divided by VB ആയിരിക്കും. അപ്പോൾ ഇപ്പൊ എന്ത് കിട്ടി? VB കിട്ടി. VA നമുക്ക് ഇതൊന്ന് കാണാം. This implies that VA is equal to 2.6 into 10 to the power 7 plus 20.4 into 10 to the power 7. അപ്പോൾ എത്ര വരും? 22.6 ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ 20.4 ഉണ്ട്, 26 ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 23. സോ 23 into 10 to the power 7 ആണെന്ത് എൻ്റെ VA. ദെൻ ദ റേഷ്യോ വിൽ ബി ഈക്വൽ ടു VA എത്ര? 23 ഡിവൈഡഡ് ബൈ അടുത്തത് എന്ത് വരും? അടുത്തത് 23 ആണ് എനിക്ക് ആദ്യം വന്നിട്ടുള്ളത്. അടുത്ത എത്ര വരിക? 20.4. ബാക്കിയുള്ളതൊക്കെ പോകും. സോ 1 point സംതിങ് ഉണ്ടാകും അല്ലേ? 1 point ഇവിടെ നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കാൻ വേണം. 1.13 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? യെസ്, കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇതുപോലെ 1 by 1 ആയിട്ട് എടുത്തെടുത്ത് ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സെലക്റ്റീവ് ആയിട്ട് നിങ്ങൾ ഏറ്റവും അവസാന നിമിഷങ്ങൾ ഇങ്ങനെ പോകണം. ലൈക്ക് ഇത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് എക്സ്പെഷ്യലി JEE ഫിസിക്സിനെ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. JEE ഫിസിക്സിൽ നിങ്ങൾക്ക് PYQs കാണാൻ പറ്റുന്നത് ഒട്ടുമിക്ക PYQസും ട്രെൻഡ് അനുസരിച്ചായിരിക്കും. വിച്ച് മീൻസ് നിങ്ങളെ ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് ഇക്വേഷന് മാറിയാണ് ക്വസ്റ്റ്യൻസ് വന്നത്. എനിവേ നോക്കാം അടുത്ത ചോദ്യം വരുന്നത് നമ്മുടെ ഡെപ്ത്, അതായത് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്നാണ്. അപ്പൊ എന്താ അപ്പാരന്റ് ഡെപ്ത്? ആക്ച്വലി ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിച്ചു തന്നു. അതായത് നിങ്ങൾ ഒരു ലിക്വിഡില് മേ ബി നിങ്ങൾ കുറെ വലിയ ഒരു പോണ്ടില് നിങ്ങൾ എന്ത് ചെയ്തു? വെള്ളം നിറച്ചു, അല്ലെങ്കിൽ ഒരു പോണ്ടില് കുറെ വെള്ളം ഉണ്ട്. അതിന്റെ ആഴം നിങ്ങൾ നോക്കുമ്പോൾ മേ ബി വളരെ അടുത്തായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കി കാണുന്ന സമയത്ത് അതിന്റെ ഡെപ്ത് നിങ്ങൾ കാണുന്നത് അപ്പാരന്റ് ഡെപ്താ, അതിന്റെ ആക്ച്വൽ ഡെപ്ത് അല്ല. ആക്ച്വൽ ഡെപ്ത് നമ്മൾ അതിലേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് മനസ്സിലാകുക അല്ലെ? അപ്പൊ മേ ബി ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അധികം വെള്ളം നമുക്ക് ഫീൽ ചെയ്യും. പലപ്പോഴും നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഫിസിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം ഇനി പറ്റൂല. പകരം നിങ്ങൾക്ക് അത് എക്സാക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് അപ്പാരന്റ് ഡെപ്ത് കാണാനുള്ള ഇക്വേഷൻ? അപ്പാരന്റ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മേ ബി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ആക്ച്വൽ ഡെപ്ത് ഉണ്ടെന്ന് വെച്ചോ, T എന്ന് പറയുന്ന ഡെപ്ത് ഉണ്ടെന്ന് വെച്ചോ.
then this is equal to T divided by refractive index ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. എ വെസൽ ഓഫ് ഡെപ്ത് 2h ഈസ് ഹാഫ് ഫിൽഡ് വിത്ത് ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2√2 ആൻഡ് അപ്പർ ഹാഫ് വിത്ത് അനദർ ലിക്വിഡ് ഓഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2. ദ ലിക്വിഡ് ആർ ഇമ്മേഴ്സിബിൾ. ദ അപ്പാരന്റ് ഡെപ്ത് ഓഫ് ദ ഇന്നർ സർഫസ് ഓഫ് ദി ബോട്ടം വെസൽ വിൽ ബി. അപ്പോ ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പാരന്റ് ഡെപ്ത് എത്ര എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് എന്റെ ഫിഗർ വരുന്നത്. റൈറ്റ്, ഇതിലെ മൊത്തം ഇത് എത്രയാണ്? മൊത്തം ഇതിന്റെ ഹൈറ്റ് 2h ആണ്. അപ്പോൾ എച്ച് ഇതിൽ ആക്കിയിട്ടുണ്ട്, എച്ച് √2ലാണ്. ബാക്കി പകുതി എച്ച് ഉള്ളത് ഇതിലാ 2√2ലാണ്. റൈറ്റ്, സോ അങ്ങനെയാണെങ്കിൽ എന്റെ ഡി ഇസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ μ1 എന്ന് കിട്ടൂലേ. അപ്പൊ ടി എന്ന് വെച്ചാൽ അത് എച്ച് ആണ്. എച്ച് ഡിവൈഡ് ബൈ √2 പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2√2. ഇതാണ് എന്റെ കറക്റ്റ് ആൻസർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഞാൻ ഇൻറ്റു 2 എന്ന് ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു 3h ഡിവൈഡ് ബൈ 2√2 എന്ന് കിട്ടും. ഇൻറ്റു √2 അഗെയിൻ ചെയ്യുകയാണെങ്കിൽ 3/4h √2 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 3/4h √2. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്, പക്ക ഓക്കെ അല്ലേ? അപ്പൊ അപ്പാരന്റ് ഡെപ്ത് കാണാനുള്ള ഈക്വേഷൻ നോക്കി വെക്കുക. അപ്പാരന്റ് ഡെപ്തിന് പ്രോബ്ലംസ് മേ ബി ഇനിയും വരാം. 1 by 1 ആയിട്ട് കുറേ അധികം കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് ലെൻസിലേക്ക് കടക്കുകയാണ്. ഇവിടെ ലെൻസ് ഫോർമുലാസും ലെൻസ് മേക്കേഴ്സ് ഫോർമുലാസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഈ പാഠം ഒന്നും അറിയില്ലെങ്കിൽ സെഷൻ ഹെൽപ്ഫുൾ ആകുമോ? ഈ സെഷൻ തീർച്ചയായിട്ടും സഫ്വാൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും കാമ്പായിട്ടുള്ള ഭാഗങ്ങളാണ്. JEE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളിലെ മിക്ക വന്നിട്ടുള്ള കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ലെൻസ് നിങ്ങൾ എടുത്തു. അഫ്കോഴ്സ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ്. ഇനി അതിന് ചുറ്റുമുള്ള മീഡിയയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മേ ബി എയർ ആകാം, മേ ബി നിങ്ങളെ ലെൻസ് വാട്ടറിൽ കൊണ്ടുപോയി വെച്ചതാകാം, എനിത്തിങ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആയിട്ട് എടുത്തു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുവർ ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1/f ഇസ് ഈക്വൽ ടു μ - 1 × 1/r1 - 1/r2. അപ്പൊ R1 R2 എന്താ? ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഒരു ഭാഗം ഇങ്ങോട്ടും മറ്റേ ഭാഗം ഇങ്ങോട്ടും. ക്ലിയർ ആണോ? വേർ μ ഇസ് ഈക്വൽ ടു N2/N1 നമ്മളെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത് മിക്കവാറും ഇത് എയറിലാണ് വെച്ചത് എങ്കിൽ നിങ്ങൾക്ക് അറിയാം യുവർ N2 μ ഇസ് ഈക്വൽ ടു N2. എയറിലാണെങ്കിൽ കാരണം N1 എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മറ്റൊരു എക്സ്പ്രഷൻ ഇനി അങ്ങോട്ട് ചിലപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളാകുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ഓഫ് ദി ലെങ്സ് P ഇസ് ഈക്വൽ ടു 1/f. 1 ഫോക്കൽ ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പവർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ നോക്കാം. ദ പവർ ഓഫ് ദി ലെൻസ് ബൈ കോൺവെക്സ് ലെൻസ് ആണ് 1.25 meter per meter. A particular medium refractive index of the lens is 1.5 and the radius of curvature of 20 cm and 40 cm respectively. Refractive index of the surrounding medium is. Refractive index of the surrounding medium ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സറൗണ്ടിങ് മീഡിയം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ N1 ആണ് കാണേണ്ടത്. റൈറ്റ്, N1 ആണ് കാണേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പക്ക ഇതിന്റെ ബേസിക് ഇക്വേഷൻ ഞാനൊന്ന് വരികയാണ്. ഇതെങ്ങനെ μ എഴുതിയിട്ടുള്ളത് വേറൊന്നുമല്ല, മൈ 1/f ദാറ്റ്സ് ഈക്വൽ ടു പവർ ആണ്. 1/f ഇസ് ഈക്വൽ ടു കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് μ1 മൈനസ് μ2 ഇൻറ്റു 1/r1 മൈനസ് 1/r2 എന്ന് എഴുതി കൂടെ. നേരത്തെ അതേ ഇക്വേഷൻ തന്നെ. ഇവിടെ എന്താണ്? ഇവിടെ R1 മൈനസ് R2 μ മൈനസ് 1 എന്നായിരുന്നു. μ എന്ന് വെച്ചാൽ N2/N1 ആണ്. അതായത് ഇവിടെ എന്താണ്? ഇതിനെ നേരെ μ1 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് മാത്രം. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് വേറൊന്നുമല്ല, μ2 എന്ന് പറയുന്നത് എൻ്റെ സറൗണ്ടിങ് മീഡിയ ആയിട്ട് എടുക്കുകയാണ്. ദിസ് ഈസ് മൈ സറൗണ്ടിങ്. ഇവിടെ നോക്കാം μ1 മൈനസ് μ2. ഇവിടെ ഞാൻ μ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇവിടെ N2/N1 ആയിരുന്നു. N2/N1 വെക്കുന്ന സമയത്ത് ഇവിടെ സറൗണ്ടിങ് മീഡിയ N1 ആയിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? വേറൊന്നുമില്ല, രണ്ട് ഇക്വേഷൻ ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഇത് സറൗണ്ടിങ് ആയിട്ട് എടുത്തു. എൻ്റെ μ1 എന്തായിട്ട് എടുത്തു? എൻ്റെ μ1 എന്ന് പറയുന്നത് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റകൾ പ്രകാരം എൻ്റെ പവർ ഓഫ് ദി ലെൻസ് ഇസ് ഈക്വൽ ടു 1.25 ആണ്. 1.25 ഇസ് ഈക്വൽ ടു 1.5 മൈനസ് μ2. കാരണം 1.5 ആണ്
എൻ്റെ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുള്ളത്. ഇനി അടുത്ത എന്തായിരിക്കും? ഒന്ന് 1/20 ഉണ്ട്. സോ 1 ഡിവൈഡ് ബൈ 0.2 ഉണ്ടാകും. മൈനസ് മൈനസ്, കാരണം ഒന്ന് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ അടുത്തത് നെഗറ്റീവ് എടുക്കേണ്ടത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു പ്ലസ് 1 ഡിവൈഡ് ബൈ 0.4 എന്ന് കിട്ടും. സോ ഇൻറ്റു 2 ഇൻറ്റു 0.4 എന്ന് എനിക്ക് കിട്ടി. റൈറ്റ്, ഈക്വൽ ടു 1.25 ഈക്വൽ ടു 1.5 മൈനസ് μ2 ഇൻറ്റു ഇവിടെ എത്ര വരിക? ദിസ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ 0.4 എന്ന് കിട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1.25 ഇൻറ്റു 0.4 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 1.5 മൈനസ് μ2 എന്ന് കിട്ടും. ദെൻ മൈ μ2 ഈക്വൽ ടു 1.5 മൈനസ് 1.25 ഇൻറ്റു 0.4 ഡിവൈഡ് ബൈ 3 എന്നാണ്. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എൻ്റെ 1.5 എത്രയാടാ? 1.25 ഉണ്ട്, അതേപോലെ തന്നെ 1.5 ഉണ്ട്. റൈറ്റ്, സോ 1.5 ഇൻറ്റു 3 എന്ന് കിട്ടും. 1.5 എന്ന് വെച്ചാൽ എത്രയാണ്? വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കാം. സോ 1.5 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 3 പ്ലസ് 0.5 കിട്ടും, എന്ന് വെച്ചാൽ 4.5 കിട്ടും. സോ 4.5 മൈനസ് ഇവിടെ ബാക്കി ആരുണ്ട്? 1.25 ഉണ്ട് ഇൻറ്റു 0.4 എന്നുണ്ടാകും. സോ 1.25 ഇൻറ്റു 4 എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 1.25 ഇൻറ്റു 4 എന്ന് വെച്ചാൽ നമുക്കറിയാം അത് 5 ആണ്. 5 ആണ്. സോ 5 ഡിവൈഡ് ബൈ ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. സോ വിച്ച് മീൻസ് ദിസ് വിൽ ബി നിയർലി ഈക്വൽ ടു 0.5 ഡിവൈഡ് ബൈ 3 എന്നുണ്ടാകും. റൈറ്റ്, സോ 0.5 ഡിവൈഡ് ബൈ 3 എന്ന് വെച്ചാൽ 0.16, അല്ലെങ്കിൽ ഇവിടെ എത്രയുള്ളത്? നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് എൻ്റെ ഓക്കെ, ഞാനൊന്നുകൂടെ തിരിച്ചിടാം. തെറ്റിയോ? ദിസ് ഈസ് ഈക്വൽ ടു 1.5 എന്ന് വെച്ചാൽ 3/2 ആണ്. 3/2 മൈനസ് 1.25 ഇൻറ്റു 0.4 ഡിവൈഡ് ബൈ 3. റൈറ്റ്, നൗ ദിസ് ഈസ് ഈക്വൽ ടു മൈ μ2. ഇതാണ് എൻ്റെ μ2 അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3 ചെയ്തു, ഇൻറ്റു 2 ചെയ്തു. സോ അങ്ങനെ 3 ഇൻറ്റു 3 എത്ര? 9 ആണ്. സോ ബാക്കി എനിക്ക് വരുന്നത് 9 മൈനസ് ബാക്കിയുള്ള എല്ലാ ടേമുകളും കൂടെ നോക്കുകയാണെങ്കിൽ 4 ഇൻറ്റു 1.25 ഇൻറ്റു 0.4 ഉണ്ട്, എത്ര വരും? 5 വരും. 5 ഇൻറ്റു 2 10 വരും. സോ ദാറ്റ്സ് ഈക്വൽ ടു 10/6 എന്ന് വരും. റൈറ്റ്, പോയിന്റ് കൂടെ മാറ്റുമ്പോൾ. സോ ബാക്കി എനിക്ക് കിട്ടുന്നത് കാൽക്കുലേഷൻ എവിടെയോ തെറ്റിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് തിരിച്ചു വരാം. ഇവിടെ 1.25 ആണ് എനിക്ക് കിട്ടുന്ന എൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പവർ ഓഫ് ദി ലെങ്ത്. സോ 1.25 ഇസ് ഈക്വൽ ടു 1.5 മൈനസ് μ2 ഇൻറ്റു 1.2 പ്ലസ് 1.4 എന്ന് കിട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദിസ് വിൽ ബി ഈക്വൽ ടു 1.25 ഈക്വൽ ടു 1.5 മൈനസ് μ2 എന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 1.25 ഇൻറ്റു ബാക്കി എനിക്ക് കിട്ടുന്നത് രണ്ട് ഭാഗത്തും ഞാൻ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 0.08 ഡിവൈഡ് ബൈ 0.6 എന്ന് കിട്ടും. റൈറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു 1.5 മൈനസ് μ2. സോ മൈ μ2 ഈക്വൽ ടു 1.25 ഇൻറ്റു 0.08 ഡിവൈഡ് ബൈ 0.6 മൈനസ് 1.5 ഇനി കിട്ടുമല്ലോ. സോ നേരെ ഇവിടെ 2, അവിടെയും 2, ബാക്കി 1.25 ഇൻറ്റു 8 ഡിവൈഡ് ബൈ 6 മൈനസ് 1.5. സോ എത്ര കിട്ടുക? 4 ഡിവൈഡ് ബൈ 3. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. എത്തിയല്ലോ 1.25. ഓക്കെ, സോ 4/3 ഈസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സോ ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object is placed at a focus of concave lens having a focal length f. What is the magnification and distance of the image from the optical center of the lens? അപ്പം മാഗ്നിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അടുത്തതായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജിന്റെ ഡിസ്റ്റൻസും ചോദിച്ചിട്ടുണ്ട്. So an object is placed at the focal length of a concave lens having the focal length f.
അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് എവിടെ? യു ഈക്വൽ ടു മൈനസ് എഫിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ പ്രകാരം എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മൈ 1/v മൈനസ് 1/u ഈക്വൽ ടു മൈനസ് 1/f എന്നാണ് കിട്ടുക. 1/f ഇസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ മൈ 1/v ഇസ് ഈക്വൽ ടു 1/u പ്ലസ് u മൈനസ് 1/f എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എത്രയാണ്? ഓൾറെഡി u ഇസ് ഈക്വൽ ടു f ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനസ് എഫ് ആണ്. സോ 1/v ഇസ് ഈക്വൽ ടു മൈനസ് 2/f എന്ന് കിട്ടും. സോ മൈ v ഇസ് ഈക്വൽ ടു മൈനസ് f/2 എന്ന് കിട്ടി. v ഇസ് ഈക്വൽ ടു മൈനസ് f/2. മാഗ്നിഫിക്കേഷൻ എന്താ? മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു v/u. സോ ദാറ്റ്സ് ഈക്വൽ ടു എത്ര വരിക? 1/2 വരും, റൈറ്റ്? 1/2. സോ ദ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എൻ്റെ f ആയിരുന്നു. സോ ദാറ്റ്സ് ഈക്വൽ ടു f/2. ക്ലിയർ അല്ലേ? 1/2 f/2. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈസി. ക്ലിയർ അല്ലേ? സോ നേരെ ഈ ക്വസ്റ്റ്യനുകളിൽ നിന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട തിയറികളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഈ ചാപ്റ്റർ ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത ചെറിയൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺവേർജന്റ് ഡബ്ലറ്റ് ഓഫ് സെപ്പറേറ്റഡ് ലെങ്ത്സ് corrected for a spherical aberration has the resultant focal length of the 10 cm. അതായത് രണ്ട് ലെൻസുകൾ നിങ്ങൾ എങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? ആ ഗ്യാപ്പ് വെച്ചിട്ട്, അതായത് അങ്ങനെ രണ്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത് ആണ് 10 സെന്റിമീറ്റർ. ഇനി സെപ്പറേഷൻ ബിറ്റ്വീൻ ദിസ് ടു ലെങ്ത്സ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് ഓഫ് ദി കമ്പോണന്റ് ലെൻസീസ്, അതായത് ഓരോന്നിന്റെയും f1ന്റെയും f2ന്റെയും ഫോക്കൽ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കമ്പൈൻഡ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1/f ഇസ് ഈക്വൽ ടു രണ്ട് ലെൻസുകൾ സെപ്പറേറ്റഡ് ഡിസ്റ്റൻസ് ഇല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ? 1/f1 പ്ലസ് 1/f2 ആ. പക്ഷെ ഇവിടെ ഒരു സെപ്പറേറ്റഡ് ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൈനസ് d ഡിവൈഡ് ബൈ f1 f2. ഇതാണ് എന്ത്? എൻ്റെ കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത്. ഇനി കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത്തും മറ്റെല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ദ കമ്പൈൻഡ് ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 1/10 ഇസ് ഈക്വൽ ടു 1/f1 മൈനസ് 1/f1 പ്ലസ് 1/f2 മൈനസ് d എത്രയാണടാ? ഇവിടെ ഓൾറെഡി d എനിക്ക് തന്നിട്ടുണ്ട്. സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് has a resultant and separated by a distance of 2 centimeter. സോ അങ്ങനെയാണെങ്കിൽ ഇത് 2 ആണ് ഡിവൈഡഡ് ബൈ f1 f2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കാം, രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്? d എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു f1 മൈനസ് f2 ദാറ്റ്സ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് എൻ്റെ ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് വേണമെങ്കിൽ f1 ഇസ് ഈക്വൽ ടു 2 പ്ലസ് f2 എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിൽ എടുക്കാം. ഇനി അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിക്കൊണ്ട് ഇതിന്ന് വേണമെങ്കിൽ കണ്ടെത്തും ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ എനിക്ക് ആദ്യം f1 കാണാം, പിന്നെ അതേപോലെ തന്നെ f2 കാണാം. അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സോ മൈ 1/10 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 പ്ലസ് f2 പ്ലസ് 1/f2 മൈനസ് 2 ഇൻറ്റു f1 ഇൻറ്റു f2. f1 എന്ന് വെച്ചാൽ 2f2 ആണ് ഇൻറ്റു f2 എന്നുണ്ടാകും, റൈറ്റ്? സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ 1/2 പ്ലസ് f2 ഉണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഇപ്പം തൽക്കാലം എല്ലാത്തിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനെ ലാസ്റ്റ് ടേം മാത്രം ഞാനൊന്ന് ചെയ്യാണ്. സോ മൈ 1/10 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 പ്ലസ് f2 പ്ലസ് 1 ഡിവൈഡ് ബൈ f2 മൈനസ് 2 ഡിവൈഡഡ് ബൈ ഇതിലെ 2f ഉണ്ടാകും, 2f2 പ്ലസ് f2 സ്ക്വയർ എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഈ എൻ്റയർ ഇക്വേഷനിൽ എല്ലാത്തിലും എന്തുണ്ട്? f2 ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ? ഇതിലേക്കുള്ള ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സോ ഞാൻ ആദ്യത്തെ ടേമിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു f2 പ്ലസ് 2 പ്ലസ് f2 ഡിവൈഡഡ് ബൈ f2 ഇൻറ്റു 2 പ്ലസ് f2 എന്നുണ്ടാകും, മൈനസ് 2 ഡിവൈഡ് ബൈ 2f2 പ്ലസ് f2 സ്ക്വയർ എന്നുണ്ടാകും. നൗ ദിസ് ഈസ് ഈക്വൽ ടു f2 പ്ലസ് f2, അത് എത്ര വരും? 2f2 വരും. സോ 2f2 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2f2
പ്ലസ് F2 സ്ക്വയർ മൈനസ് 2 ഡിവൈഡ് ബൈ 2F2 പ്ലസ് F2 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1/10 ആ. അപ്പോൾ ഇത് രണ്ടും ന്യൂമറേറ്റർ സെയിം ആ. ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? ബാക്കി അവിടെ ഉണ്ടാകുന്നത് 2F2 മാത്രമാണ്. സോ 2F2 ഡിവൈഡ് ബൈ ഇവിടെ എന്തുണ്ട്? അതിൽ F2 കോമൺ ആണ്, ഞാൻ പുറത്തെടുത്തു. സോ 2 പ്ലസ് F2 എന്നുണ്ടാകും. സോ F2 ക്യാൻസൽ ചെയ്ത് പോയി. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/10 ആണ്. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് 2 പ്ലസ് F2 is equal to 20 കിട്ടും. സോ മൈ F2 is equal to 18 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ F2 ഈക്വൽ ടു 18. ഇനി സുഖമാണ്, F2 18 ആണ്. പക്ഷേ ഇവിടെ F1 മൈനസ് F2 എത്രയെന്ന് എനിക്കറിയാം. എത്ര? F1 മൈനസ് F2 2 ആണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന് ഏതാണ് കോമ്പിനേഷൻ എന്ന് നോക്കിയാലും മതി. ഇനി വെറുതെ സോൾവ് ചെയ്യാനായിട്ട് പോകണ്ട. ഓഫ്കോഴ്സ് നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ഈസ് എ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഈസി അല്ലേ? ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സോ ഹിയർ ഈസ് ദ നെക്സ്റ്റ് വൺ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ പ്രിസം. അപ്പൊ പ്രിസത്തിന്റെ കേസിലേക്ക് വരികയാണ് നമ്മൾ. ഇനി നിങ്ങളെ പ്രിസം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. പ്രിസത്തിൽ ആകെ ഒറ്റ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഒരു പ്രിസം ഉണ്ടെങ്കിൽ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഇസ് ഈക്വൽ ടു, അതായത് പ്രിസം ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് mu is equal to sin into a plus delta minima, angle of minimum deviation ആണ്, divide by 2 the whole divide by sin a by 2 എന്നാ. അപ്പൊ ഇവിടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. a എന്ന് പറയുന്നത് എന്താ? a എന്ന് പറയുന്നത് എൻ്റെ ആംഗിൾ ഓഫ് പ്രിസം ആണ്. പൊതുവേ അത് 60 ഡിഗ്രി ആയിരിക്കും. ഡെൽറ്റ മിനിമം ഡീവിയേഷൻ്റെ നിങ്ങൾക്ക് തരും, റൈറ്റ്? മിനിമം ഡീവിയേഷൻ്റെ നിങ്ങൾക്ക് തരുന്നിട്ടുണ്ടാകും. ഇനി അത് വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഇക്വിലാറ്ററൽ പ്രിസം ഈസ് √2. ദ ആംഗിൾ ഓഫ് ദി എമർജൻസ് അണ്ടർ മിനിമം ഡീവിയേഷൻ പൊസിഷൻ ഓഫ് ദി പ്രിസം ഇൻ ഡിഗ്രി ഈസ്. അപ്പോൾ എമർജൻസ് ആണ് കാണേണ്ടത്, ആംഗിൾ ഓഫ് എമർജൻസ്. ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് പറയുന്നത് ഇ ആണ്. അപ്പൊ ഈക്കുള്ള ഫോർമുലയും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തതായിട്ട് പ്രിസത്തിൽ നോട്ട് ചെയ്യേണ്ടത് ഇയും പിന്നെ അതേപോലെ നിങ്ങളെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് എ ആണ്, റൈറ്റ്? ഇതിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാം? ഇ ഇസ് ഈക്വൽ ടു എ ആണ് എന്നുണ്ടെങ്കിലാണ് എൻ്റെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷന്റെ സമയത്ത് എനിക്ക് കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ഫോർ ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ മൈ ഡെൽറ്റ മിനിമം ഡീവിയേഷൻ മൈ ഇ ഇസ് ഈക്വൽ ടു ഡെൽറ്റ മിനിമ പ്ലസ് എ ഡിവൈഡ് ബൈ 2. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. അതായത് മിനിമം ഡീവിയേഷനിൽ എൻ്റെ ഇ കാണാനുള്ള ഫോർമുലയാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം ആണ്, ഡിവൈഡ് ബൈ 2 ഉണ്ടാകുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ 1/1 ആയിട്ട് ഞാൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദാറ്റ്സ് ഈക്വൽ ടു √2 വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 60 പ്ലസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അത് എത്രയെന്ന് എനിക്ക് അറിയില്ല, കണ്ടെത്തണം. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. എ എത്ര? ഇവിടെ ഇക്വിലാറ്ററൽ ആയതുകൊണ്ട് എല്ലാം 60 ഡിഗ്രി ആയിരിക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു 30 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ 60 പ്ലസ് ഡെൽറ്റ മിനിമ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു √2 ഇൻറ്റു സൈൻ 30 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? √2 ഇൻറ്റു സൈൻ 30. സോ √2 ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? ദാറ്റ്സ് ഈക്വൽ ടു 1/2 എന്നാണ് എനിക്ക് കിട്ടുക. ഇവിടെ ഈ എൻ്റയർ ഇക്വേഷനെ എനിക്ക് എന്ത് കിട്ടണം? സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ 30. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു √2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1/2 എന്ന് കിട്ടും. സോ എൻ്റയർ ഇക്വേഷൻ 6 പ്ലസ് ഡെൽറ്റ മിനിമ ഡിവൈഡ് ബൈ 2 വിൽ ബി ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ആംഗിൾ എത്ര ആയിരിക്കും? മൊത്തത്തിൽ അത് 45 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 1/√2 കിട്ടുമ്പോൾ അത് 45 ഡിഗ്രി ആയിരിക്കും. സോ മൈ 45 ഡിഗ്രി ഇസ് ഈക്വൽ ടു 60 പ്ലസ് ഡെൽറ്റ മിനിമ ഡിവൈഡ് ബൈ 2. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡെൽറ്റ മിനിമം എത്ര ആയിരിക്കും? 45 ഇൻറ്റു 2 90 ആണ്. 90 മൈനസ് 60 ദാറ്റ്സ് ഈക്വൽ ടു 30. അപ്പം മിനിമം എനിക്ക് കിട്ടി 30 ആണ്. ഇനി മിനിമം കിട്ടിക്കഴിഞ്ഞാൽ ഈസിയാണ് കാര്യങ്ങൾ. ഈ ഇസ് ഈക്വൽ ടു ഡെൽറ്റ മിനിമം 30 ആണ്, മറ്റത് 60 ആണ്, ഡിവൈഡ് ബൈ 2. സോ ദാറ്റ്സ് ഈക്വൽ ടു 45. അപ്പോൾ നിങ്ങൾ 45ഉം 30ഉം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ 45 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ഈസി അല്ലേ? കാരണം ഇവിടെ നോക്കുക, ഇവിടെ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. എൻ്റെ കയ്യിലൊരു
പ്രിസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയും അതേപോലെ അതിൻ്റെ എമർജൻസി കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ഇതേ ഫോർമുല ഒന്നുകൂടെ തറവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഇറ്റ് ഈസ്. The refracting angle of a prism A and refractive index of the material of the prism is cot A by 2. Then the angle of the minimum deviation will be delta minimum ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ mu എനിക്ക് തന്നിട്ടുണ്ട്, എന്താണ് cot A by 2 എന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? cot A by 2 equal to sin A plus delta minima divided by 2 the whole divided by sin A by 2. The whole divided by sin A by 2. അപ്പോൾ ഇവിടെ cot A by 2 ഓൾറെഡി ഉണ്ട്. cot A by 2 എന്ന് വെച്ചാൽ എന്താ? സൈൻ ബൈ കോസ്, കോസ് ബൈ സൈൻ അല്ലേ എൻ്റെ കോട്ട് വരാം. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ എന്ത് പോകും? സൈൻ A by 2 sin A by 2 പോകൂലേ? അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആരാണ്ടാവുക? അവിടെ കോസ് അല്ലേ ഉണ്ടാവുക. സോ കോസ് A by 2 is equal to സൈൻ A plus ഡെൽറ്റ മിനിമ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ? നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ കോസ് ഉണ്ട്, അടുത്തതിൽ എന്തുണ്ട്? സൈൻ A plus ഡെൽറ്റ ബൈ 2 ഉണ്ട്. ഇവിടെ നോക്കുക, കോസ് A by 2 രണ്ടിനെയും സൈൻ്റെ ടേമിലേക്ക് ആക്കി മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ആ ആംഗിൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സൈൻ്റെ ടേമിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്താൽ മതി? ദിസ് ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 2 മൈനസ് A by 2 ആണ് കോസ് A by 2 അല്ലേ? സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ. സോ അങ്ങനെ പൈ ബൈ 2 മൈനസ് A by 2 is equal to, ഇവിടെയും എന്ത് വരും? സൈൻ A by 2 പ്ലസ് ഡെൽറ്റ മിനിമ ഡിവൈഡ് ബൈ 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? പൈ ബൈ 2 മൈനസ് A by 2 ഈക്വൽ ടു A by 2 പ്ലസ് ഡെൽറ്റ മിനിമ ഡിവൈഡ് ബൈ 2 എന്നുണ്ടാകും. സോ ദിസ് ഈസ് ഈക്വൽ ടു പൈ ബൈ 2 ഈക്വൽ ടു A by 2 പ്ലസ് A by 2, A വരും, പ്ലസ് ഡെൽറ്റ മിനിമ ഡിവൈഡ് ബൈ 2 എന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡെൽറ്റ മിനിമം എന്തായിരിക്കും? ഡെൽറ്റ മിനിമ ഇസ് ഈക്വൽ ടു എൻ്റെ ഇക്വേഷൻ എനോട് മൾട്ടിപ്ലൈ ചെയ്യാം, മറ്റേതിന് അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ എന്താ വരിക? ദാറ്റ് വിൽ ബി ഈക്വൽ ടു പൈ മൈനസ് 2A എന്ന് വരും. പൈ മൈനസ് 2A, പൈ മൈനസ് 2A. പൈ എത്ര? 180 ആണ്. സോ 180 മൈനസ് 2A, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓൾ റൈറ്റ്, ക്ലിയർ അല്ലേ? അപ്പൊ ഈസി അല്ലേ? അപ്പൊ കൂളായിട്ട് അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുകയാണ്. അപ്പൊ എക്സാക്ട്ലി നമ്മൾ കറക്റ്റ് ആദ്യത്തെ ഭാഗം മുറിച്ചു കഴിഞ്ഞു. നിങ്ങളെ വേവ് ഒപ്റ്റിക്സിൽ എക്സ്പെഷ്യലി റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും കൈകാര്യം ചെയ്യുന്ന സമയത്ത് റേ ഒപ്റ്റിക്സ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഭാഗമാണ്, കുറേ അധികം അതിലുണ്ട്. അപ്പൊ അതിന്ന് ഭയങ്കര സെലക്റ്റീവ് ആയിക്കൊണ്ടും ജെയിൽ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഒന്നുകൂടെ 1 by 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള എല്ലാ ഇക്വേഷൻസും 1 by 1 ആയിട്ട് ഒന്നും കൂടെ നോക്കുക. എന്നിട്ട് മാക്സിമം അതിലെ ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റേ ഒപ്റ്റിക്സ് മിഷൻ 99% ഉണ്ട്. അപ്പൊ അതിൽ ടെലഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഈ ചാപ്റ്റേഴ്സിലെ കുറേ അധികം ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസും കിട്ടും. അപ്പൊ അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ പക്കയാക്കാനായിട്ട് പറ്റും. അത്രയും കോൺഫിഡന്റിൽ പോവാ. എനിവേ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാലോ? എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് തംസപ്പിട്ടെ. നമുക്ക് പെട്ടെന്ന് വേവ് ഒപ്റ്റിക്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ റേ ഒപ്റ്റിക്സ് ക്ലിയർ ആക്കിയ പോലെ നമുക്ക് വേവ് ഒപ്റ്റിക്സും സെറ്റ് ആക്കണം. റെഡി? സ്പേസ് ഡ്രീമർ ഈസ് റെഡി. ദെൻ ബാക്കി എല്ലാവരും ഒന്ന് ഫുൾ പവർ ആയാലും നമുക്ക് പെട്ടെന്ന് വേവ് ഒപ്റ്റിക്സും കൂടെ കംപ്ലീറ്റ് ആക്കാം. അപ്പൊ വേവ് ഒപ്റ്റിക്സിൽ നമുക്ക് ചെയ്യാനുള്ളത് ബേസിക് ആയിട്ട് ഇതില് ഒന്ന് പഠിക്കാനുള്ളത് ഇന്റൻസിറ്റിയാണ്. അതായത് എൻ്റെ ഒരു വേവ് ലൈക്ക് ഒരു ലൈറ്റ് ബീം, ആ ലൈറ്റ് ബീം രണ്ടെണ്ണം വന്നിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിന്റെ ഇന്റൻസിറ്റിയിൽ റീഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കും. മേ ബി മാക്സിമം ആകും, ചിലപ്പോൾ മിനിമം ആകും, ചിലപ്പോൾ 0 ആകും അല്ലെ? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ രണ്ടാമതായിട്ടുള്ള ഭാഗത്ത് പോളറൈസേഷൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഇന്റൻസിറ്റി ഡിഫൈൻ ചെയ്യുന്നത്, ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A സ്ക്വയർ എന്ന ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി, അതായത് നിങ്ങൾക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ കയ്യിൽ നിങ്ങൾക്ക് അറിയാം ലോ ഓഫ് കൊസൈൻസ് പ്രകാരം ഏതെങ്കിലും രണ്ട് ആംഗിളുകൾ ഉണ്ടെങ്കിൽ, രണ്ട് വെക്ടറുകൾ അറ്റ് സം ആംഗിൾ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്തായിരിക്കും? A സ്ക്വയർ പ്ലസ് B സ്ക്വയർ പ്ലസ് 2AB കോസ് തീറ്റ ആയിരിക്കും. അതേ സാധനം ആ A സ്ക്വയർ എന്താ? A സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ I ആണ്. സോ
net intensity is equal to I1 plus I2 plus 2 into root I1 root I2 cos phi. അപ്പോൾ phi ഏതാണ്? phi എന്ന് പറയുന്നത് the angle between അല്ലെങ്കിൽ phase difference between A1 and A2 അല്ലെങ്കിൽ നമ്മളെ റിസൾട്ടന്റ് ആയിട്ട് വരുന്ന രണ്ടാളുകളെയും ഇന്റൻസിറ്റി. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. ഇവിടെ എനിക്ക് എന്റെ നെറ്റ് ഇന്റൻസിറ്റി ഞാൻ എഴുതി റൂട്ട് I1 I2 പ്ലസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് I1 I2 കോസ് ഫൈവ്. അപ്പോൾ കോസ് ഫൈവ് സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ലേറ്റസ്റ്റ് ഇയറുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നീട് ചില കൺസെപ്റ്റുകൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില ക്വസ്റ്റ്യന് പ്രീവിയസ് ഇയറുകളിൽ നിന്ന്, അതായത് കുറച്ച് മുന്നേ 2010 മുന്നുള്ള വളരെ റയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇയർ ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പൊ നോക്കാം, ഇവിടെ നോക്കാം ഇന്റൻസിറ്റി ഓഫ് ദ ബീം. ആദ്യം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കാം, 2 ലൈറ്റ് ബീം ഓഫ് ഇന്റൻസിറ്റി 4i and 9i interfere on a screen. ഒരു സ്ക്രീനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് കൂടി ചേരുന്നുണ്ട്. The phase difference between the two beam on the screen of the point A is 0. Phi is equal to 0. At the point B is pi. രണ്ട് പോയിന്റുകളാണ് എയിലും ബിയിലും. അപ്പം എയിൽ 0 ആണ്, അടുത്തതിൽ പൈ ആണ്. The difference of the resultant intensity at the point A and B will be. അപ്പം രണ്ടാളുകളെയും ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻസ് എനിക്ക് കാണണം. മാക്സിമം ഇന്റൻസിറ്റിയുടേതും അതേപോലെ മിനിമം ഇന്റൻസിറ്റിയുടേതും കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോക്കുക, ഈ എക്സ്പ്രഷനിൽ എപ്പോഴാണ് എൻ്റെ മാക്സിമം ഇന്റൻസിറ്റി വരിക? മാക്സിമം ഇന്റൻസിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കോസ് ഫൈയുടെ ഫംഗ്ഷൻ എന്താ, ഒന്നെങ്കിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ -1 ആയിരിക്കും. 1 ആണെന്നിരിക്കട്ടെ, ഇതെന്തായിരിക്കും, I1 പ്ലസ് I2 പ്ലസ് റൂട്ട് I1 I2. അതെന്താ, ഇഫ് യുവർ phi cos phi equal to 1, which implies that net intensity is equal to root of I1 plus I2 the whole square ആയിരിക്കും അല്ലേ? I1 plus I2 the whole square അല്ലേ എനിക്ക് എന്ത് കിട്ടുക, മാക്സിമം ഇന്റൻസിറ്റി കിട്ടുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ദ മാക്സിമം. ഇതാണ് എൻ്റെ മാക്സിമം ഇന്റൻസിറ്റി. ക്ലിയർ ആയിട്ടുണ്ടോ? കാരണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു AB അതെന്താണ്, A പ്ലസ് ബി ഹോൾ സ്ക്വയർ ആ. ഇനി ഇതിന് ഏറ്റവും മിനിമം കിട്ടിയപ്പോഴാ ദിസ് ഈസ് ഈക്വൽ ടു -1 വരുമ്പോഴാ. അപ്പൊ -1 വരുമ്പോൾ എന്റെ I മിനിമം എത്ര ആയിരിക്കും? ദ സെയിം I1 മൈനസ് I2 ആയിരിക്കും എന്റെ I മിനിമം കിട്ടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇവിടെ റൂട്ട് I1 റൂട്ട് I2, ഇവിടെ റൂട്ട് I1 മൈനസ് റൂട്ട് I2 ദ ഹോൾ സ്ക്വയർ. കാരണം ഇവിടെ AB ആയിട്ട് എടുക്കുന്നത് നമ്മൾ എത്രയാണ്, A സ്ക്വയർ ആണ് എന്റെ I1. സോ റൂട്ട് I1 ദ ഹോൾ സ്ക്വയർ ആ വരേണ്ടത്, റൈറ്റ്? സോ ദിസ് ഈസ് ഈക്വൽ ടു മൈ I മിനിമ. നമ്മളോട് ഇനി ചോദിച്ച ചോദ്യം ഒന്നുകൂടെ നോക്കാം. സോ ഇവിടെ പോയിന്റ് എയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പോയിന്റ് എയിൽ ഫൈ 0 ആണ്, മറ്റേതിൽ പയ്യ. ഫൈ 0 ആകുമ്പോൾ ഇത് +1 ആ, ഫൈ 1 പൈ ആകുമ്പോഴോ -1 ആ. അങ്ങനെയാണെങ്കിൽ മാക്സിമം മിനിമം തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ റേഷ്യോ അല്ല, ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് I max മൈനസ് I മിനിമ. I max മൈനസ് I മിനിമയാണ് നമുക്ക് കാണേണ്ടത്. സോ I max മൈനസ് I മിനിമം എങ്ങനെ കാണാൻ പറ്റും? I max എത്രയാണ്? I max എന്ന് പറയുന്നത് റൂട്ട് I1 4i ആണ്, പ്ലസ് റൂട്ട് I2 എന്ന് വെച്ചാൽ 9i ആണ്, ദ ഹോൾ സ്ക്വയർ വരും. ഇതാണ് എന്റെ I max. മൈനസ് I മിനിമ എന്ന് വെച്ചാൽ രണ്ടും കൂടെ മൈനസ് ചെയ്യുക, റൂട്ട് 4i1 മൈനസ് റൂട്ട് 9i1 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എത്ര വരിക, 2 + 3 വരും, 5 വരും. സോ 25i സ്ക്വയർ എന്നുണ്ടാകും. മൈനസ് ഇത് എത്ര വരിക, ആദ്യത്തത് 2 വരും, മറ്റേത് 3 വരും, രണ്ടും കൂടെ മൈനസ് ചെയ്താൽ I വരും. സോ I സ്ക്വയർ എന്നുണ്ടാകും, ഈക്വൽ ടു 24i സ്ക്വയർ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ 24i സ്ക്വയർ ഇല്ല, 24i. ഓക്കെ, 24i. സോ കറക്റ്റ് ആൻസർ ഇസ് ഈക്വൽ ടു 24. എവിടെ 12 കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ എവിടെയോ തെറ്റിച്ചിട്ടുണ്ടാകും, നിങ്ങൾ എവിടെയോ ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാകും. 12 അല്ല 24 ആണ് കിട്ടുക. ഓക്കെ അല്ലേ? റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ചെയ്തോ. ഈക്വേഷൻ പക്ക ഫുൾ പവർ സെറ്റ് ആക്കണം. 2 beam of light having the intensity I and 4i interfere to a produces a fringe pattern on the screen. The phase difference between the two beam are pi/2 and pi/3 at the point A and B respectively.
the difference between the resultant intensity at the point is xi, the value of the x will be the same. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും ചെയ്യാനുള്ളത്, നത്തിങ് എൽസ്. പക്ഷെ ഇവിടെ വെറൈറ്റി ആയിട്ടൊന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ എത്ര π/2 അതേപോലെ തന്നെ π/3 ആണ്. π/2 നിങ്ങൾക്ക് അറിയാം cos π/2 ദാറ്റ്സ് ഈക്വൽ ടു 0 ആ. അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ പോയിന്റിൽ ഞാൻ നോക്കുകയാണ് IA is equal to I1 plus I2 plus 2 into root I1 I2. അത്ര വരിക റൂട്ട് I1 I2 എന്ന് വെച്ചാൽ that will be equal to 4 വരും. പിന്നെ റൂട്ട് I into റൂട്ട് I അത് I വരും, റൈറ്റ്, ഇൻറ്റു കോസ് π/2. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഈ ടേം എന്തായി പോകും, 0 ആയി പോകുന്നുണ്ടാകും. സോ മൈ IA is equal to 5y എന്ന് കിട്ടും. IA കിട്ടി 5y. വാട്ട് ഈസ് മൈ IB? IB is equal to I1 plus I2 plus 8i. ആ 2 into 4 ഞാൻ 8 ആയിട്ട് എടുത്തേ, 8i ഇൻറ്റു കോസ് π/3. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ അത് എത്രയാണ് കിട്ടുക? കോസ് π/3 എന്ന് വെച്ചാൽ നമുക്ക് 60 ആണ് കിട്ടുക, 1/2 കിട്ടും. സോ 4 കിട്ടും. 4 + 4 എത്രയാണ്? 4 + 4 8 ആണ്. സോ 4 + 1 കിട്ടും. പിന്നെ അവിടെ 4 കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു 2i എന്ന് കിട്ടും, റൈറ്റ്. ആണെങ്കിൽ ഈക്വൽ ടു 7i. ക്ലിയർ ആയിട്ടുണ്ടോ? 7i. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 7i കിട്ടി, അടുത്തത് IB കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചത് ഡിഫറൻസ് ആണ്. IB മൈനസ് IA വിൽ ബി ഈക്വൽ ടു 7iയും 5iയും ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2i. ഓക്കെ, 2 കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഇസ് ഈക്വൽ ടു 2. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത്, ടു കൊഹറന്റ് സോഴ്സസ് ഓഫ് ലൈറ്റ് ഇന്റർഫറൻസ്, ദ ഇന്റൻസിറ്റി റേഷ്യോ ഓഫ് ടു സോഴ്സസ് ആർ 1:4. For this interference pattern, if the value of the Imax plus Iminima divided by Imax minus Iminima is equal to 2 alpha plus 1 divided by beta plus 1, then alpha by beta will be easy. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ട് കൊഹറന്റ് സോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്റൻസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ I1 is equal to I ആയിട്ടും നിങ്ങൾ I2 is equal to 4i ആയിട്ടാണ് എടുക്കേണ്ടത്. Then you know that your Imax will be equal to എന്താ വരിക? Imax is equal to root I1 plus root I2 എന്നാണ് ഉണ്ടാവുക, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എത്ര വരിക? 2 + 1 3 വരും, 3 square 9 വരും. സോ 9i എന്ന് വരും. അതേപോലെ I മിനിമം എത്ര ആയിരിക്കും? I മിനിമ is equal to, അത് രണ്ടും മൈനസ് ചെയ്തത് ഇതിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാം? 2 വരും, 2 square 2 വരും. റൂട്ട് 4i ദാറ്റ്സ് ഈക്വൽ ടു 2 ആണ്. റൂട്ട് I ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. സോ 2 - 1 1 വരും. അപ്പോൾ I വരും. നേരത്തെ നമ്മൾ കണ്ടു ഇതേ സാധനം. അപ്പൊ ഇനി എന്നോട് തന്നിരിക്കുന്ന 2 ആൽഫ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് 3 വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇത് എത്രയാണെന്നുള്ളത് നോക്കാം. Imax പ്ലസ് I മിനിമ ദാറ്റ്സ് ഈക്വൽ ടു 10i വരും, ഡിവൈഡഡ് ബൈ Imax ഡിവൈഡ് ബൈ I മിനിമ. സോ ദാറ്റ്സ് ഈക്വൽ ടു 8i വരും. സോ 10/8 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 5/4 എന്ന് എഴുതാം. 2 ആൽഫ പ്ലസ് 1 ഡിവൈഡ് ബൈ ബീറ്റ പ്ലസ് 3. അപ്പോൾ ഇവിടെ ആകെ ഒരു സംഭവം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കിതിനെ സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടു നോക്കുക. സോ 2 ആൽഫ പ്ലസ് 1 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 5 ബീറ്റ പ്ലസ് 15 എന്ന് കിട്ടും. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 8 ആൽഫ പ്ലസ് 4 ഇസ് ഈക്വൽ ടു 5 ബീറ്റ പ്ലസ് 15 എന്ന് കിട്ടി. വിച്ച് മീൻസ് ഇതിനങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു 8 ആൽഫ മൈനസ് 5 ബീറ്റ മസ്റ്റ് ബി ഈക്വൽ ടു 15 - 4. സോ ദാറ്റ്സ് ഈക്വൽ ടു 11 എന്ന് കിട്ടും, അല്ലേ? അപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഹിന്റ് എന്ന് പറയുന്നത്, ഇതിൽ തന്നിട്ടുള്ളത് വേറെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആൽഫ ബൈ ബീറ്റയുടെ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതാണോ ആൽഫ ബൈ ബീറ്റയുടെ വാല്യൂ വരുന്നത്, ആൽഫ ഈക്വൽ ടു ദിസ് മച്ച് ബീറ്റ എന്നായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ ഇക്വേഷനുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന സംഭവം നമുക്ക് കണ്ടെത്തിയാൽ മതി. അപ്പോൺ സോൾവിങ് യു വിൽ ബി ഗെറ്റിംഗ് ആൽഫ ബൈ ബീറ്റ ഈക്വൽ ടു 2. ക്ലിയർ ആയിട്ടുണ്ടോ? ദിസ് വിൽ ബി ഈക്വൽ ടു 2. ഓക്കെ, ബി കിട്ടിയിട്ടുണ്ട്, കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ?
സോ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല. ബാക്കി കുറേയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലാത്ത ഏരിയയിൽ നിന്നാണ്. അതായത് റയോപ്റ്റിക്സിന്റെ അതായത് റിഫ്രാക്ഷനിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ ലെൻസ് പവർ ആ ഭാഗത്ത് നിന്നാണ്. ഇപ്പോൾ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്, ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് ഇയറുകളുടെ ക്വസ്റ്റ്യൻസ് ആണ്. എനിവേ, ഇനി അടുത്തതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പാത്ത് ഡിഫറൻസും അതേപോലെ തന്നെ ഫേസ് ഡിഫറൻസും. ഇപ്പം നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും ഫേസ് ഡിഫറൻസ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി എന്താ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ 2 വേവ് ഉണ്ടെന്ന് വെച്ചോ. മേ ബി ഒന്ന് ഇതാണ്, മേ ബി ദ ഫസ്റ്റ് വേവ് ഈ സംതിങ് ലൈക്ക് ദിസ്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത വേവ് എന്ന് വെച്ചാൽ ഇതാണെന്ന് വെച്ചോ. ഇതാണ് അടുത്ത വേവ്. അടുത്ത വേവ് മേ ബി ഇങ്ങനെയാണ് പോകുന്നത് എന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ പറയും ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ ആണ്. 180 ഫേസ് ഡിഫറൻസ് ഉള്ളത്. കാരണം ഔട്ട് ഓഫ് ഫേസ്, ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഇത് നെഗറ്റീവാ അല്ലേ? അപ്പൊ ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയെന്ന് മനസ്സിലായി? ദാറ്റ്സ് ഈക്വൽ ടു പൈ എന്ന് മനസ്സിലായി. ഇനി ഈ എൻ്റയർ ആയിട്ടുള്ള ഒരു ലാംഡ വേവ് ലെങ്ത് മാറാണെന്നുണ്ടെങ്കിൽ എത്ര ഫേസ് ഡിഫറൻസ് വരിക? 2π ഫേസ് ഡിഫറൻസ് വരിക. അതായത് ലാംഡക്ക് 2π ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 2 വേവുകൾ തമ്മിൽ ഏതോ ഒരു പാത്ത് ഡിഫറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് പൈ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് യുവർ ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. ഇത് ഓർത്തിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കാണാം? നിങ്ങൾക്കൊരു പാത്ത് ഡിഫറൻസ് തന്നിട്ടുണ്ട്, ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് നിങ്ങളോട് കാണാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ലൈറ്റ് വേവ്സ് ഹാവിംഗ് ദ സെയിം വേവ് ലെങ്ത് ലാംഡ ഇൻ വേക്കം ആർ ഇൻ ഫേസ് ഇനീഷ്യലി. ഇൻ ഫേസ് എന്ന് വെച്ചാൽ ഫേസ് ഡിഫറൻസ് ഇല്ല എന്നർത്ഥം. Then the first wave travel a path L1 through a medium of refractive index N1, while the second wave travel a path difference of L2 through a medium of refractive index N2. After this, phase difference between the two wave will be equal to. അപ്പോൾ എനിക്ക് എന്ത് കാണണം? എൻ്റെ പാത്ത് ഡിഫറൻസ് കാണണം. പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? ഈ N1 എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയായി പോയിട്ടുണ്ടാകുക? N1 ഇൻറ്റു L1 ആയിരിക്കും. കാരണം നമ്മൾ സാധാരണ എയറിൽ ഇപ്പോൾ ഞാനൊരു 10 മീറ്റർ സഞ്ചരിച്ചാൽ 10 എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാ? ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ടാ. ഇനി ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേറൊരു മീഡിയത്തിലാണ് സഞ്ചരിച്ചതെങ്കിൽ ആ ലെങ്ത് എനിക്ക് അത്ര തോന്നൂല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അതായത് എൻ്റെ അപ്പാരന്റ് ലെങ്ത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, അത് എത്രയായിരിക്കും? എത്രയാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? പാത്ത് ഡിഫറൻസ് ഇക്വൽ ഇവിടെ ആരൊക്കെ N1 L1 സഞ്ചരിച്ചിട്ടുണ്ട്, അടുത്ത ആള് L2 ആണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ N1 L1 മൈനസ് N2 L2 ആണ് എൻ്റെ പാത്ത് ഡിഫറൻസ്. സോ മൈ കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ്. 2π/λ N1 L1 മൈനസ് N2 L2. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? അങ്ങനത്തേക്കാണ് എത്തിയിട്ടുള്ളത്. 2π/λ ഇൻറ്റു N1 L1 minus N2 L2. ഓപ്ഷൻ സി is the correct answer. ക്ലിയർ അല്ലേ? ഓൾ റൈറ്റ്, ക്ലിയർ അല്ലേടാ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്സ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. അപ്പൊ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്സിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു വേവ് പറഞ്ഞയച്ചു. ഇനി അത് 2 സോഴ്സുകളിൽ നിന്നുള്ള പോലെ നമ്മൾ മാറ്റുകയാണ് ബൈ ഇൻട്രൊഡ്യൂസിങ് എ ഡബിൾ സ്ലിറ്റ്. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിലൂടെ വേവ് ഇങ്ങോട്ട് വരുന്നുണ്ടാകും, അതേപോലെ ഇതിലൂടെയും വരുന്നുണ്ടാകും. ഈ ഒരു പോയിന്റിൽ മേ ബി സംവേർ ഹിയർ ആയിട്ട് എന്തുണ്ടാകും? അവിടെ എനിക്ക് ഇന്റർഫറൻസ് ഉണ്ടാകും. മേ ബി കൺസ്ട്രക്റ്റീവ് ആകാം, മേ ബി ഡിസ്ട്രക്റ്റീവ് ആകാം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇന്റർഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതെന്തുണ്ടാകും? ഇവിടെ ഇങ്ങനെ ഇന്റർഫറൻസ് ഉണ്ടാകും. മാക്സിമം മിനിമം ആയിട്ട്. അപ്പോൾ ഈ കറക്റ്റ് സെന്ററിൽ എൻ്റെ സെൻട്രൽ മാക്സിമം ഉണ്ടാകും, പിന്നീട് അടുത്ത മിനിമം ഉണ്ടാകും, പിന്നെ മാക്സിമം, പിന്നെ മിനിമം. അപ്പം മേ ബി ഇതൊരു മാക്സിമം ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടായിട്ടുള്ളത്. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? രണ്ടും കൂടെ ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നൗ 2 ടേമുകളാണ് നമുക്ക് ഇവിടെ അറിയാനുള്ളത്.
ഒന്ന് എൻ്റെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ പൊസിഷനാണ്. പൊസിഷൻ എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് y, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള my y is equal to n lambda d divided by d. എന്താ ലാംഡ? വേവ് ലെങ്ത് ഓഫ് ദിസ് ലൈറ്റ്. ഈ ഇവിടെ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് സ്മോൾ ലെറ്റർ d എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ആൻഡ് ക്യാപിറ്റൽ D വിച്ച് ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ സ്ക്രീൻ. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ സ്ക്രീൻ. ഓക്കെ, ഇനി നോക്കാം ബീറ്റ എന്ന് പറയുന്നതിന്റെ ഫ്രിഞ്ച് വിഡ്ത്ത്, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഇതിന്റെ മാക്സിമത്തിൽ നിന്നും അടുത്ത മാക്സിമത്തിലേക്കുള്ള ദൂരമാണ് എൻ്റെ ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് വൈകൾ ഡിഫറൻറ്റ് കണ്ടാൽ മതി. അതെന്താ പറയുക? ലാംഡ ഡി ബൈ ഡി എന്ന് വരും. അപ്പൊ ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡ് ബൈ ഡി എന്നും എൻ്റെ ഫ്രിഞ്ചിന്റെ പൊസിഷൻ ഇസ് ഈക്വൽ ടു എന്തും വരും? എൻ ലാംഡ ഡി ബൈ ഡി എന്നും വരും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ടുള്ള ഓരോ 1 by 1 ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം. യൂസിങ് എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, മോണോക്രോമാറ്റിക് ലൈറ്റ് വേവ് ഓഫ് ദി വേവ് ലെങ്ത് 5000 angstrom പ്രൊഡ്യൂസസ് ഫ്രിഞ്ച് ഓഫ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് 0.5 millimeter. ബീറ്റ തന്നിട്ടുണ്ട്. ഇഫ് അനദർ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 6000 angstrom ഈസ് യൂസ്ഡ് ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ slit is doubled, then the new fringe would be very easy question because my beta equal to lambda d divided by d ആണെന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ ഇനീഷ്യലി മൈ beta 1 divided by beta 2 will be equal to lambda 1 into ഇവിടെ ആര് മാത്രമേ മാറ്റിയിട്ടുള്ളൂ? എൻ്റെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഈസ് ഡബിൾഡ് എന്ന് വെച്ചാൽ ഡി മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അങ്ങനെ ബീറ്റ 1 ബൈ ബീറ്റ 2 എന്തായിരിക്കും? ബീറ്റ 1 ബൈ ബീറ്റ 2 വിൽ ബി ഈക്വൽ ടു ബീറ്റ 1 ഡിവൈഡ് ബൈ ബീറ്റ 2 വിൽ ബി ഈക്വൽ ടു ലാംഡ 1 ബൈ ലാംഡ 2 ഇൻറ്റു d2 ഡിവൈഡ് ബൈ d1 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ലാംഡ 1 എത്രയാണ്? 5000. നമുക്ക് കാണേണ്ടത് ആരെയാണ്? നമുക്ക് കാണേണ്ടത് സെക്കൻഡ് 1 ആണ്, ബീറ്റയാണ് കാണേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ബീറ്റ 2 നേരെ എഴുതാൻ പറ്റും. My beta 2 will be equal to beta 1 into lambda 2 d1 divided by lambda 1 d2. So this is equal to beta 1 0.5 millimeter. So 0.5 into 10 to the power minus 3. വേണമെന്നില്ല, എല്ലാം മില്ലിമീറ്ററിലല്ലേ? എല്ലാം മില്ലിമീറ്ററിലായതുകൊണ്ട് ഓപ്ഷൻസ് എല്ലാം മില്ലിമീറ്ററിലായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് എടുക്കുന്നില്ല. സോ 0.5 ഇൻറ്റു ലാംഡ 2 സെക്കൻഡിൻ്റെ വേവ് ലെങ്ത് 6000 ആണ്, ഇൻറ്റു d1 d തന്നെയാണ്, ഡിവൈഡ് ബൈ അടുത്ത എത്ര 5000 ആണ്, ഇൻറ്റു d2 എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഡബിൾഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ d ക്യാൻസൽ ചെയ്തു, ഇത്രയും പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്തു, ബാക്കി 5 ക്യാൻസൽ ചെയ്തു. സോ 3 ഉണ്ടാകും, റൈറ്റ്? സോ 0.3 millimeter. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, സഫ്വാൻ തെറ്റിയോ? എവിടോ എന്ത് ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ബീറ്റ 2 ആണ് നമുക്ക് കാണേണ്ടത്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അടുത്ത ചോദ്യം ചെയ്യാണ്. ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് 6 millimeter ബീറ്റ വാസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 2 slits separated by 1 millimeter apart. The screen is placed 10 meter away. The wavelength of the light used is x nanometer. Very simple. ബീറ്റ എനിക്ക് തന്നിട്ടുണ്ട് 6 millimeter ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലാംഡയാണ് ചോദിച്ചിട്ടുള്ളത്. ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡ് ബൈ ഡി ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ലാംഡ. ബീറ്റ ഡി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി ആയിരിക്കും. ബീറ്റ എത്രയാണ്? ബീറ്റ ഇസ് ഈക്വൽ ടു 6 millimeter ആണ്. സോ 6 ഇൻറ്റു 10 to the power minus 3 ഇൻറ്റു ഡി എത്രയാണ്? 2 slits separated by the distance 1 millimeter, 10 to the power minus 3 divided by capital D എത്രയാണ്? The screen is placed at the 10 meter. സോ ഇത് എത്ര കിട്ടുക? 6 something. ഓക്കെ, ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലേ? നാനോമീറ്ററിലാണോ ചോദിച്ചിട്ടുള്ളത്? നാനോമീറ്ററിലാണ്. സോ 600 nanometer. അപ്പോൾ എനിക്ക് കറക്റ്റ് 600 ആൻസർ കിട്ടും. ഓക്കെ, ഫൈൻ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം നോക്കാം. ഹിയർ ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി വരുന്നത് നമ്മൾ പോളറൈസേഷനിലേക്കാണ് കിടക്കുന്നത്. ഒന്നുകൂടെ അടിപൊളിയായിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കുകളാണ് പോളറൈസേഷൻ. അപ്പോൾ ഇവിടെ നോക്കാം, എന്താണ് ഒരു പോളറൈസ്ഡ് ലൈറ്റ്? ഇവിടെ നോക്കാം, നിങ്ങളെ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അപ്പൊ അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ സോർട്ട് ഓഫ്
ഡയറക്ഷനിലും അതിന് വൈബ്രേഷൻസ് ഉണ്ട്. അതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അതായത് എക്സിലും വൈയിലും മേ ബി 2 ആക്സിസ് ഇത് ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ട്, ഇത് ഇങ്ങനെയുണ്ട്. അപ്പൊ പോളറൈസേഷൻ ആക്കി മാറ്റി അല്ലെങ്കിൽ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ഇതിന്റെ വൈബ്രേഷൻസ് നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് റെസ്ട്രിക്റ്റഡ് ആക്കി. മേ ബി ഒരേ ഡയറക്ഷൻ ആവണമെന്നില്ല, അല്ലെങ്കിൽ അൺപോളറൈസ്ഡ് ലൈറ്റ് അതിനൊന്ന് പിടിച്ചിട്ട് മാറ്റി കുട്ടപ്പനാക്കി എന്ന് മാത്രം. ക്ലിയർ ആക്കിയിട്ടുണ്ടോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ എനിക്ക് ഒരു പോളറൈസർ ഉണ്ട്. പോളറൈസറിന്റെ ഡ്യൂട്ടി എന്താ? പോളറൈസർ എന്ന് പറയുന്നത് ഈ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്, അതിനെ പോളറൈസർ വെച്ചിട്ട് പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റി. നൗ ഇവിടെ നോക്കുക, ഇനി എനിക്ക് അറിയേണ്ടത് ഇതാണ് എന്റെ പോളറൈസേഷൻ. ഇനി പോളറൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൽ വരുന്ന ഇന്റൻസിറ്റിയിലുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം, എന്റെ കയ്യിൽ ഒരു പോളറൈസർ ഉണ്ട്. അപ്പൊ പോളറൈസർ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും പോളറൈസറിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള ലൈറ്റുകൾ ഈ ഡയറക്ഷനിൽ മാത്രമേ ഇനി അങ്ങോട്ട് വൈബ്രേഷൻ ഉണ്ടാക്കുള്ളൂ, ഇത് മാത്രമേ കടന്നു വരുള്ളൂ. ഇനി അതിനുശേഷം ഞാനൊരു അനലൈസർ വെക്കാം, വിച്ച് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോളറൈസർ. തീറ്റയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ പാസിങ് ആക്സിസ്. അതായത് എൻ്റെ അനലൈസറിൽ ഉണ്ടാകുന്ന ഗ്യാപ്പ്, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെയാണല്ലോ ലൈറ്റിന് പോവേണ്ടത്. അപ്പൊ ആ ലൈറ്റ് ഈ ഗ്യാപ്പും ഇനീഷ്യലി വന്നിട്ടുള്ള ആളും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. സോ ഇവിടെ ഇങ്ങനെയുള്ളത്, ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉള്ളതിന് ഞാൻ ഇങ്ങനെ വിലങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ പോകുള്ളൂ. കംപ്ലീറ്റ്ലി പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാലോ ഒന്നും പോകൂല. ഒന്നും പോകൂല. അവിടെയാണ് നമ്മൾ മാലൂസ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാലൂസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, യുവർ ഇന്റൻസിറ്റി വിൽ ബി ഈക്വൽ ടു I0 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ക്ലിയർ ആയിട്ടുണ്ടോ? I0 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പറ്റൂ. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഇനി ചെയ്യാനായിട്ടുള്ളത്. I0 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, മാലൂസ് ലോ പ്രകാരം നമ്മൾ ഇനി പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ തീറ്റ എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ് ബീം ഓഫ് ഇന്റൻസിറ്റി 2I0 ഈസ് പാസ്ഡ് ത്രൂ എ പോളറോയിഡ് P and then through another polaroid Q which is oriented in such a way that its passing axis make an angle 30 degree relative to the P. The intensity of the emerged light is നമ്മുടെ ഈ ഒരു എമേർജ്ഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ് എന്നോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അറിയാവുന്നത് പോലെ എനിക്ക് തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് എൻ്റെ ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി ആണ്, അത് 2I0 ആണ്. പിന്നീട് അത് ഏതിലൂടെ പോയിട്ടുള്ളത്? ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ്. സോ മേ ബി ദിസ് ഈസ് ദാറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇതാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് വെച്ചോ, വിച്ച് ഈസ് വിത്ത് 2I0 which is passed through a polarizer then through another polaroid Q. അപ്പൊ ആദ്യം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോളറൈസറിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോളറൈസർ ഉണ്ട്. പോളറൈസറിന്റെ ഡ്യൂട്ടി ഇത് നേരെ എന്ത് ചെയ്യാം? ഒരേ ഡയറക്ഷനിലേക്കാക്കി മാറ്റിയിട്ട് പോളറൈസേഷൻ സംഭവിക്കുക എന്നുള്ളതാ. ഇനി അടുത്തത് നോക്കുക. then the another polaroid Q which is oriented such a way that maybe ഇതാണ് ഇതിന്റെ പാസിംഗ് ആക്സിസ് എങ്കിൽ ഇവിടെ പറയുന്നത് ഇവരുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 30 ഡിഗ്രി എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 30 ഡിഗ്രിയാണ്. ദെൻ ദ ഇന്റൻസിറ്റി ഓഫ് ദ എമേർജ്ഡ് റൈറ്റ്. അപ്പോൾ കുറേ പേര് ആൻസർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കാം, ഇത് ഇന്റൻസിറ്റി, ആദ്യത്തെ ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇവിടെ പാസിംഗ് ആക്സിസുമായിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പൊ നേരെ എന്താകും? ദിസ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ എപ്പോഴും നോക്കുക, ഒരു പോളറൈസറിന്റെ ഇന്റൻസിറ്റി 2I0 ആണെന്നുണ്ടെങ്കിൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി 2I0 ആണെന്നുണ്ടെങ്കിൽ അത് നേരെ പോളറൈസറിലൂടെ പോകുമ്പോൾ നേരെ പകുതിയാകും. കാരണം അതിന്റെ ഇന്റൻസിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു എത്ര വരും? I0 വരും. ഇനി അതാണ് എന്ത് ചെയ്യുന്നത്? I0 എന്ന് പറയുന്ന ഇന്റൻസിറ്റി ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. ഇത് എത്രയായിരിക്കും? അതിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ഇന്റൻസിറ്റി അത് I0 ആണ്. I0 ഇൻറ്റു കോസ് സ്ക്വയർ എത്ര വരിക? കോസ് സ്ക്വയർ 30 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു I0 ഇൻറ്റു കോസ് സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? കോസ് സ്ക്വയർ 30. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു കോസ് 30 ആണ്. കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്.
സോ ദാറ്റ്സ് ഈക്വൽ ടു 3/4 എന്ന് വരും. 3/4 I0. കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ടല്ലോ. 3/2 അല്ലല്ലോ, 3/4 അല്ലേ വരിക, ബിക്കോസ് സ്ക്വയർ വന്നിട്ടുണ്ടാകും, നിങ്ങൾ മറന്നുണ്ടാകും. സോ 3/4 I0. ഓക്കെ അല്ലേ? ബൈ 2 ചെയ്തവരൊക്കെ എനിക്ക് തോന്നുന്നത് സ്ക്വയർ ചെയ്യാൻ മറന്നിട്ടുണ്ടാകും, റൈറ്റ്? ഓക്കെ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് നോക്കാം നമുക്ക്. എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് placed in front of a screen. The intensity of the light on the screen is I, and the two Polaroid P1 and P2 are placed in between the source of light and the screen, that the intensity of the screen is I/2. അപ്പം വെച്ചിട്ടുള്ളത് എങ്ങനെ? എനിക്ക് കിട്ടുന്നത് എൻ്റെ ഫൈനൽ ഇൻറ്റൻസിറ്റി I/2 കിട്ടണം. P2 should be rotated by an angle dash degree so that the intensity of the light on the screen become 3I/8. അപ്പോൾ കുറച്ച് നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ 1/1 ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് കിട്ടേണ്ടത് എന്താ? എനിക്ക് കിട്ടേണ്ട ഫൈനൽ സാധനം എന്ന് പറയുന്നത് 3I/8 ആണ്, റൈറ്റ്? 3I/8 ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ 3I/8 കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കേണ്ട ആംഗിൾ എത്രയെന്നുള്ളതാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കുകയാണ്, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇനീഷ്യലി എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ക്രീൻ. ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഓൺ ദ സ്ക്രീൻ ഈസ് I. Two Polaroid P1 and P2 are placed in between the source and screen, that the intensity of the light on screen is I/2. അപ്പോൾ ആദ്യം കിട്ടുന്നത് എത്ര? I/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ I is equal to I0 divided by 2 into cos square theta ആണ്. I ആണല്ലോ എൻ്റെ ഇൻറ്റൻസിറ്റി. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്ത്? അടുത്തതിലേക്ക് വരുന്ന ഇൻറ്റൻസിറ്റി. ഇതാണ് അടുത്തതിലേക്ക് വരുന്ന ഇൻറ്റൻസിറ്റി. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടേണ്ടത്? 3I ഡിവൈഡഡ് ബൈ 8 ആണ് എനിക്ക് കിട്ടേണ്ടത്. 3I ഡിവൈഡ് ബൈ 8 എന്ന് വെച്ചാൽ I0 ഇനീഷ്യലി ആയിരുന്നു. സോ I0 എന്ന് വെച്ചാൽ I ആണ്. 3I/8 ആണ് എനിക്ക് ഇനീഷ്യലി കിട്ടേണ്ടത്, റൈറ്റ്? ഇത്രയാണ് കിട്ടേണ്ടത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ ഞാൻ നേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ തീറ്റ ആംഗിൾ കാണാണ്, ഇവർ തമ്മിലുള്ള ആംഗിൾ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I ക്യാൻസൽ ചെയ്തു. സോ മൈ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എത്ര വരിക? 3/4 എന്ന് വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോസ് തീറ്റ ഈക്വൽ ടു √3/2 വന്നു. തീറ്റ ഈക്വൽ ടു 30. എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. സോ 30 ഡിഗ്രി. ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ അല്ലേ? സോ പോളറൈസേഷൻ ഭയങ്കര ഈസിയാണ്, നിങ്ങൾക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. എനിവേ അടുത്ത ചോദ്യം നോക്കാം. അൺപോളറൈസ്ഡ് ലൈറ്റ് ന്യൂമറിക്കൽ അല്ലേ, അപ്പോൾ ആൻസർ എത്ര? ആൻസർ 30 ആണ്. ഇവിടെ ഇൻ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്, പൈയിലല്ല ഡിഗ്രിയിലാണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാം. an unpolarized light beam is incident on the polarizer of a polarization experiment, and intensity of the light beam emerging from the analyzer is measured to be 100 lumens. അത് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. Then now if the analyzer is rotated around the horizontal axis by 30 degree in clockwise direction, the intensity of the emerging light will be very easy. അതായത് 30 ഡിഗ്രി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട് I0. പിന്നീട് അതെന്ത് ചെയ്തു? അതൊരു പോളറൈസറിലൂടെ കടത്തി വിട്ടു. മേ ബി ദിസ് പോളറൈസർ ഹാവ് സം പാസിംഗ് ആക്സിസ്. അപ്പം എന്താകും? I0 ഡിവൈഡ് ബൈ 2 ആകും. ഇനി അതെന്ത് ചെയ്തു? ഒരു അനലൈസറിലൂടെ കടത്തി വിടുന്നുണ്ട്, ഹാവ് സം പാസിംഗ് ആക്സിസ്. ദിസ് ഈസ് മൈ അനലൈസർ. അപ്പോൾ ഇതിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും? I0 ഡിവൈഡ് ബൈ 2 ആണ് എക്സാക്ട്ലി ഇതിനുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു 100 ലൂമൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? That's equal to 100 lumen. Now if this is making a rotation of the 30 degree, 30 degree ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? പുതിയ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I0 cos square തീറ്റ എന്ന് വരും. ഇവിടുത്തെ I0 എത്ര? ഇതിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നത് I0 ഡിവൈഡ് ബൈ 2 ആണ്. cos square 30 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു അഗെയിൻ cos square 30 എന്ന് വെച്ചാൽ എന്തായിരിക്കും? I0 ഡിവൈഡ് ബൈ 2, അതാണ് ഇനീഷ്യലി വന്നിട്ടുള്ള 100 lumen. So 100 into √3/2 the whole square. So that's equal to 3 divided by 4 എന്നുണ്ടാകും. 300 by 4 25 into 3. So that's equal to 75 lumen ഉണ്ടാകും. 75 lumen. Clear? Okay. Yeah, 75. കുറേ പേര് ചെയ്തിട്ടുണ്ട്. റിയലി ഗുഡ്. ഷെബീബിന് എവിടെയോ ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട്.
ബട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കുറേ അധികം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടു കുറേ പേര് പ്രീവിയസ് ഇയറുമായിട്ട് ചെയ്തപ്പം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടും പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ കൺസെപ്റ്റുകളും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പോവുക. ഇന്ന് ഏകദേശം നമ്മൾ 2 ചാപ്റ്ററിൻ്റെ കുറേ ക്വസ്റ്റ്യൻസും കൺസെപ്റ്റുമാണ് 1 by 1 ആയിട്ട് ഹാൻഡ് പിക്ക് ചെയ്തതാണ്. അതിലേതൊക്കെയാണ് ചെയ്യേണ്ട ഭാഗങ്ങൾ എന്നുള്ളതാണ് ഹാൻഡ് പിക്ക് ചെയ്തത്. അപ്പോൾ ഇതിലെ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത്, നിങ്ങൾ ഇതേ സാധനത്തിന് 99% മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ. കാരണം എക്സാമിൻ്റെ ഡേറ്റ് ഏകദേശം അടുത്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്വിക്കായിട്ട് ഭാഗങ്ങളിലൂടെ ഓടിച്ചു പോകുകയാണ് വേണ്ടത്. JEE സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതിലല്ല, നമുക്ക് 99% തന്നെ ഫിസിക്സിൽ 20 ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. സോ അതിൽ 20 എണ്ണം 30-ൽ 20 എണ്ണം നിങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ആ രൂപത്തിൽ നമുക്ക് സെറ്റാക്കാം. എനിവേ നമ്മൾ ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് അടുക്കുകയാണ്. സോ അതുകൊണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. സോ അടുത്ത ടൈം ടേബിളുമായിട്ട് മേ ബി കെമിസ്ട്രി ആണ്. സോ കെമിസ്ട്രി ആയിട്ട് ടീച്ചേഴ്സ് ഉണ്ടാകുന്നതാണ്. സോ എനിവേ PCM അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.